السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തികളെ, ഈ സദസ്സിലും പരിസരത്തും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യാന്വേഷികളെ, നാട്ടുകാരെ, അള്ളാഹു നമ്മിൽ നിന്ന് ഈ ഒരു ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മരണത്തിനു ശേഷം നമുക്കൊരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതുപോലത്തെ ഒരുമിച്ചുകൂടലുകളോ ചിന്തകളോ ആലോചനകളോ ഒന്നും നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. മനുഷ്യൻ മണ്ണടിയുകയും അവനെ പെട്ടിയിലാക്കി പ്രത്യേകം സജ്ജമാക്കിയ അവൻ്റെ പെട്ടിയിലാക്കി അവനെ സെമിത്തേരികളിൽ അടക്കം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവൻ്റെ ശരീരം അഗ്നിക്കിരയാക്കി പുണ്യതീർത്ഥങ്ങളിൽ വിതറപ്പെടുന്ന, പള്ളിയങ്കണങ്ങളോട് ചേർന്നുള്ള മഖ്ബറകളിൽ അടക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയക്കു ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സൗദി അറേബ്യയിലെ അൽഹസ പ്രവിശ്യയിൽ ഇസ്ലാമിക പ്രബോധന മേഖലയിലെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ചപ്പോൾ എൻ്റെ ക്ലാസ് നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുന്നിൽ എൻ്റെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ, അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് അതിലൂടെ കടന്നു പോകുന്ന മലയാളികളായ ആളുകൾ ഇങ്ങനെ വിളിക്കുകയാണ്, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ എനിക്കത് വലിയൊരു എനർജി തന്നൊരു കാര്യമായിരുന്നു. നമുക്ക് എത്ര ആൾക്ക് പറ്റും ചുറ്റുമുള്ളവരെ ഇങ്ങനത്തെ ഒരു നന്മയിലേക്ക് വളരെ സ്നേഹപൂർവ്വം വിളിക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? കാരണം ആ വിളിയോട് ആളുകൾ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുക. ചില ആളുകൾ അനിഷ്ടം പ്രകടിപ്പിക്കും, ചില ആളുകൾ തെറി വിളിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ രീതി ഇസ്ലാമിക ദഅവ നിലനിൽക്കുന്നിടത്തോളം ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊടൽമാലകൾ ഇട്ടിട്ടുണ്ട്. പ്രവാചകന് ത്വായിഫിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്. തിരിച്ച് പ്രവാചകനോ സഹാബത്തോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് വന്ന് കൂക്കി വിളിച്ചിട്ടുണ്ട്. അവരുടെ ഖുർആൻ പാരായണം കേൾക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു വളരെ പ്രയാസകരമായ ഒരു സാമൂഹിക പരിസരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോട് വലിയ ഇഷ്ടം നമുക്കുണ്ടാകും. അവരെ നല്ല കാര്യങ്ങൾക്കാളെ ക്ഷണിക്കുകയും ആ ആക്ഷേപങ്ങളൊക്കെ വളരെ ചിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നവരെ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പ്രശംസിച്ചു. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്, അത് പങ്കുവെക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് എല്ലാ ആഴ്ചയിലും ഇവിടെ ക്ലാസ് എടുക്കലുണ്ട്. ഇന്നിപ്പോ നിങ്ങളാണ് എടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ എന്നും ക്ഷണിക്കൂ. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, കാക്കേ, കാരണം മലപ്പുറം ഭാഷയിലുള്ള ഒരു വിളിയാണത്, കാക്കേ, ഞാൻ വളരെ ചെറുപ്പാണ്, വളരെ ചെറിയ പ്രായം, അതുകൊണ്ട് ഞാനൊന്ന് നിരക്കട്ടെ,
മുടിയൊക്കെ ഒന്ന് നരച്ച് താടിയൊക്കെ ഒന്ന് നരച്ചൊന്ന് പ്രായമാകട്ടെ, എന്നിട്ട് ഖുറാൻ ക്ലാസ്സിനൊക്കെ വരാം. നിങ്ങൾ എന്നും വിളിക്കുമല്ലോ, ഇനി എന്നെ വിളിക്കരുത്, ഇനി എന്നെ വിളിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളെ ക്ലാസ്സിനോട് എനിക്ക് താല്പര്യമല്ല. എൻ്റെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയൊന്നും ഈ റൂട്ടിൽ ഈ റൂട്ടിലൂടെ ജീവിച്ച ആൾക്കാരല്ല. വളരെ പരുഷമായ ഭാഷയിൽ ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചു. അദ്ദേഹം തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനമാണത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെ ശത്രുവിനോട് നീ സൗഹൃദത്തോടുകൂടെ പെരുമാറുക, അപ്പോൾ നിന്റെ ശത്രു സ്വാഭാവികമായി നിന്റെ മിത്രമായിക്കൊള്ളും എന്നത് ഇസ്ലാമിന്റെ ഒരു അസ്ലാണ്. അദ്ദേഹം പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ദീർഘമായ വർഷം സൗദി അറേബ്യയിലുള്ള ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സൗദി പോലീസിന്റെ ഒരു കോൾ വന്നു, നിന്റെ ഒരു നാട്ടുകാരൻ ഇവിടെ ഉണ്ട്, ഒരു ആക്സിഡന്റ് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഈ കണ്ട ചെറുപ്പക്കാരൻ അരമണിക്കൂർ കഴിയുമ്പോൾ അയാളുടെ സീറ്റിന്റെയും സ്റ്റിയറിംഗിന്റെയും ഇടയിൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് കിടക്കുക. ആ ബോഡി പോലീസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചുകൊടുത്തത് ഞാനാണെന്ന് അദ്ദേഹം പറയാണ്. സഹോദരന്മാരെ, നമ്മൾ വെറുതെ ഡെക്കറേറ്റ് ചെയ്യാണ്, നമ്മൾ വെറുതെ നമ്മുടെ ജീവിതത്തെ ഡെക്കറേറ്റ് ചെയ്യാണ്. നമ്മൾ ഏത് നിമിഷം അവസാനിക്കുമെന്നറിയാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ജീവിതം എന്ന യാഥാർത്ഥ്യ ബോധത്തെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ തിരിച്ചറിവുകളുണ്ട്, അല്ലെ? നമ്മളെ ജീവിതം അവസാനിച്ചാൽ ഈ റോട്ടിലൂടെ ആൾക്കൂട്ടത്തിന്റെ തോളിൽ ഇങ്ങനെ ആടിയുലഞ്ഞ്, ആ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ആടിയുലയുന്ന ഒരു മയ്യത്ത് ഖബറിലേക്ക് പോകുമ്പോൾ ആ മയ്യത്ത് ഒരിക്കലും അതിന് നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലത്തെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഉണ്ടാവുകയില്ല, ഫാൻസി കാറുകൾ ഉണ്ടാവുകയില്ല, അത്തർ പുരട്ടിയിട്ടുണ്ടാവില്ല. അത്തറിന്റെ എത്ര കുപ്പി അവിടെ ബാക്കിയുണ്ടെങ്കിലും കർപ്പൂരം പുരട്ടിയിട്ടായിരിക്കും ആ വ്യക്തിയുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോവുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയെങ്കിലും ഉള്ളിൽ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൽ സംശയമുണ്ടെങ്കിൽ അത്തരം മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറി ചെന്ന സംശയത്തെ ദൂരീകരിക്കുന്ന മനോഹരമായ ഒരു വചനം സൂറത്തു ഖിയാമയിൽ നിന്ന് നമ്മളെ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മഹത്തായ സന്ദേശം, അത് പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനമാണ് മരണത്തിനു ശേഷം മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടുമെന്നത്. അതിൽ സംശയമുള്ള സമുദായത്തിന്റെ ഉള്ളിലുള്ളവർക്കോ സമുദായത്തിന്റെ പുറത്തുള്ളവർക്കോ ഒക്കെ ഏറ്റവും മനോഹരമായി ഉത്തരം കണ്ടെത്താവുന്ന ഒരു വചനാണിത്. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്തേ അവനെ അങ്ങോട്ട് വെറുതെ വിടുമെന്ന്? എന്നിട്ട് ഖുർആൻ ചോദിക്കാണ്, അവനെ വെറുതെ വിടൂല, കോടാനക്കോടി വർഷങ്ങൾക്ക് ശേഷാണെങ്കിലും അവനെ പുനർജീവിപ്പിക്കും എന്നതിന് രേഖ വെക്കാണ്. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താവുന്ന മനോഹരമായൊരു വചനമാണിത്. എന്റെ സംസാരം ഈ സദസ്സിലും അരികത്തുമൊക്കെ കേൾക്കുന്നവർ ചിന്തിക്കുക, മരണത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുമെന്നത് ഖുർആൻ പറഞ്ഞത് മറ്റൊരാൾ ചോദിച്ചാൽ ബോധ്യപ്പെടുത്താവുന്ന വിധം എന്റെ അടുത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? മരണത്തിന് ശേഷം ജീവിക്കും എന്നതിന് നിന്റെ അടുത്തുള്ള തെളിവെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയോ? ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ ബിഇദ്നില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 2-3 മിനിറ്റുകൾ കേട്ടാൽ മതി, നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാൻ മാത്രം പോന്ന നല്ല ഉദാഹരണമാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഖുർആൻ ചോദിച്ചെന്താ, അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ, അവൻ കേവലം ബീജബിന്ദുവായിരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 കോടി വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന ഒന്ന് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അങ്ങനെ ആടിയുലഞ്ഞ് ഗർഭപാത്രത്തിന്റെ ഇരുട്ടറയിൽ 3 ഇരുട്ടറകളെ അതിജീവിച്ച് മനുഷ്യ കുഞ്ഞായി ജനിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയ റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആന്റെ ചോദ്യം. എന്തുമാത്രം മനോഹരമായ ചോദ്യമാണ്. മാത്രല്ല ഖുർആൻ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതമുണ്ട്. ബുർജ് ഖലീഫ നോക്കിയിട്ട് മനുഷ്യൻ പറയും വാട്ട് എ വണ്ടർഫുൾ.
താജ്മഹൽ കണ്ടിട്ട് അതിന്റെ അടുത്തുനിന്ന് അവൻ സെൽഫി എടുത്തിട്ട് അവന്റെ FB-യിൽ അവൻ പോസ്റ്റ് ചെയ്യും, അവന്റെ ഇൻസ്റ്റയിൽ അവൻ പോസ്റ്റ് ചെയ്യും. അത്ഭുതകരവും മനോഹരവുമായ ഒരു കെട്ടിടം എന്ന നിലക്ക് അവൻ അതിനെ കാണും. ഇതിലിറക്കി എത്രയോ മഹാത്ഭുതങ്ങൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ 590 കിലോമീറ്റർ ദേശീയപാത കോഴിക്കോട് മുതൽ ചെന്നൈ വരെ വേണമെങ്കിൽ ഇങ്ങനെ നീർത്തിയിടാൻ പറ്റിയ അത്ര നീളമുള്ള രക്തചംക്രമണ പ്രക്രിയ നിയന്ത്രിക്കുന്ന ഞരമ്പുണ്ട്. ഖുർആന്റെ ചോദ്യമാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ. 590 കിലോമീറ്റർ നീളമുള്ള ഞരമ്പ്, രക്തചംക്രമണ കുഴൽ മനുഷ്യർക്ക് കൊടുത്ത റബ്ബിന് മനുഷ്യരെ മണ്ണിൽ നിന്ന് വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ലേ? 200 കോടി കൊച്ചുപകരണങ്ങൾ ഒരു മനുഷ്യന്റെ കണ്ണിലുണ്ട് എങ്കിൽ ആ മനുഷ്യനെ ചൂണ്ടിയിട്ട് ഖുർആൻ ചോദിക്കാൻ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗതാ. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുമ്പോൾ മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോൾ സൂപ്പർ മൈക്രോസ്കോപ്പുകൾക്ക് പോലും കാണാൻ കഴിയാത്തത്ര സൂക്ഷ്മാവസ്ഥയിലുണ്ടായിരുന്ന നിന്നെ ഈ 200 കോടി കുഞ്ഞുപകരണങ്ങൾ ഒരൊറ്റ കണ്ണിൽ ഘടിപ്പിച്ചുകൊണ്ട് കാഴ്ച എന്ന മഹാനുഗ്രഹം ഒരുക്കിയ റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗതാ, മനുഷ്യരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുകളുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്ന പണി എന്താണ്? ദഹന പ്രക്രിയയെ സഹായിക്കലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്താൽ, ഒരു ആണി ഇട്ട് കൊടുത്താൽ അത് കത്തി ചാമ്പലാകും, അത് ഇല്ലാതെയാകും. എങ്കിൽ മനുഷ്യന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിട്ടും ഇന്റേണൽ ഓർഗൻസിന്, ആന്തരിക അവയവങ്ങൾക്ക് പരിക്കൊന്നും വരാതെ അത് സംരക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ മറ്റൊരു അത്ഭുതത്തെ തിരിച്ചറിയേണ്ടത്. നമ്മൾ ചൊല്ലുന്ന അല്ലാഹു അക്ബറിന്റെ മഅനി അറിയേണ്ടത്, നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹിന്റെ മഅനി അറിയേണ്ടത്, നമ്മൾ ചൊല്ലുന്ന അൽഹംദുലില്ലാഹിന്റെ മഅനി അറിയുന്നത്. എത്രയോ കാലമായിട്ട് അൽഹംദുലില്ലാഹിലുണ്ട്, എത്രയോ കാലമായിട്ട് അല്ലാഹു അക്ബർ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ആവേശം വരുമ്പോ മുഷ്ടി ആകാശത്തേക്ക് ചുരുട്ടി അല്ലാഹു അക്ബർ എന്ന് പറയണ്ടേ? എന്താ അതിന്റെ ശരിക്കുള്ള അർത്ഥം? കേട്ടോ അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഒരു മനുഷ്യന്റെ വയറിന്റെ ഉള്ളിൽ ഉള്ള ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ ദഹനത്തിന് സഹായിക്കണ ഈ സാധനം എന്തുകൊണ്ടാണ് ഉള്ളിലുള്ള ഞരമ്പുകളെ ഒന്നും ബാധിക്കാത്തത്? അതിന്റെ കാരണം ശാസ്ത്രം പറയാണ്, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും ഉള്ളിലെ ഉപകരണങ്ങളെയും വേർതിരിക്കുന്ന ഒരു കൊച്ചു പാടയുണ്ട്. മനുഷ്യന്റെ കണ്ണിന് അത്ര തന്നെ കാണാൻ പറ്റാത്തൊരു കൊച്ചു പാട. ആ പാടയുടെ, ആ നേർത്ത പാടയുടെ കാലാവധി 3 ദിവസം. അത് കഴിഞ്ഞത് കത്തിപ്പോകും. വീണ്ടും അത് 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും, വീണ്ടും കത്തിപ്പോകും, വീണ്ടും കൊടുക്കും. ഇനിയൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞു നോക്ക്, ഇനിയൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞു നോക്ക്. സഹോദരന്മാരെ, ഇനി പള്ളിയിൽ പോയിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ 33 വട്ടം ചെല്ലുമ്പോൾ നമുക്ക് മഅനറി അല്ലാഹു അക്ബർ, പടച്ചോനെ നീ തന്നെയാ വല്യോൻ. കാരണം എന്താ? ഈ ഞരമ്പ്, ഈ ഒരു പാട ഇല്ലെങ്കിൽ നേരെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളെ അവയവത്തെ കത്തിച്ചിട്ട് കൊടലും മാലയും പുറത്തേക്ക് ചാടിയാണ് തീരുമാനാകും. ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണെങ്കിലും കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ന്യൂറോളജിസ്റ്റ് ആണെങ്കിലും ഒക്കെ തന്നെയാണ് അവസ്ഥ. ഖുർആന്റെ ചോദ്യമാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ. നിങ്ങൾക്ക് ഇത്തരം ഒരു ശരീരവും അവയവവും പ്രക്രിയയും തന്ന റബ്ബ് ലോകത്തെ ജനിച്ച് ജീവിക്കുന്ന 800 കോടി മനുഷ്യർക്ക് ഈ സംവിധാനങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന റബ്ബ്, ലോകത്ത് ജനിച്ച് ജീവിച്ച കോടാനക്കോടി മനുഷ്യർക്ക് ഈ സംവിധാനങ്ങൾ നൽകിയ റബ്ബ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ, അവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ പ്രയാസമുണ്ടോ? ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എനിക്ക് കേൾക്കാനുള്ളൊരു മനസ്സും ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കരുത്തും നമുക്ക് വേണം. കരുത്താണ് പലപ്പോഴും ഇല്ലാത്തത്. കേട്ടാ ഞാൻ എന്തോ ആയിപ്പോകും എന്നുള്ള ഭയാണ്. ഒരു പേടിയില്ല, സ്വസ്ഥമായിട്ട് നമ്മൾ കേൾക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. മനുഷ്യ ശരീരത്തിലെ മൊത്തം ഞരമ്പുകളുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വലുതാണെന്നാണ്. ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വലുതാണ്. ഭൂമിയെ മൊത്തം മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ എങ്ങനെ കൂട്ടിഘടിപ്പിച്ചിട്ട് ചുറ്റിയാൽ ഭൂമിയെക്കാളും ഇതിന് വലുപ്പുണ്ടെന്നാ. അത്രയും വലിയ സംവിധാനം നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ഘടിപ്പിച്ച റബ്ബ് എത്ര വലിയവനാണ്. നമ്മളെ വീട്ടില് നനക്കാൻ ഉപയോഗിക്കണ പൈപ്പ് ചുറ്റിയിട്ട് നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റണില്ല, അല്ലേ? അപ്പൊ ഇത്രയും അത്ഭുതകരമായി
മനുഷ്യനെ പടച്ച റബ്ബ്. ഒരു കോശം എന്ന് പറഞ്ഞാൽ അതിന്റെ അളവെത്ര? കോശത്തിൽ നിന്നാ മനുഷ്യരുണ്ടാക്കണത്. ഒരു കോശം എന്ന് പറഞ്ഞാൽ ഒരു മില്ലിമീറ്റർ എങ്ങനെ മനസ്സിലാക്കുക? സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലിലെ രണ്ട് വരകൾക്കിടയിലുള്ള കുഞ്ഞ രണ്ട് വരകൾക്കിടയിലുള്ള സ്ഥലമാണ് മീറ്ററിന്റെ അടിയിലുള്ള കുറെ വരണ്ടല്ലോ, ആ വരകളുടെ രണ്ട് വരയാണ് മില്ലിമീറ്റർ. ആ മില്ലിമീറ്ററിനെ 1000 കഷ്ണമാക്കിയതിന്റെ ഒരു കഷ്ണമാണ് ഒരു കോശം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കുകയില്ലേ അലാ യുഹ്യിൽ മൗത, മനുഷ്യരെ ജീവിപ്പിക്കാൻ എന്നാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അത് പട്ടാപകൽ പോലെ അല്ലെങ്കിൽ ഈ ഒരു സായം സന്ധ്യ പോലെ നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ സംശയിച്ച് നിൽക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിക്കണ്ട. ഒരു ദിവസം തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന ദിവസത്തേക്കുള്ളത് സഹോദരന്മാരെ നമ്മൾ എന്താ ഉണ്ടാക്കി വെച്ചത്? ഇതെപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒന്നല്ലേ? ശാസ്ത്രത്തിനോ ഗവേഷണത്തിനോ മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കോ പഠനങ്ങൾക്കോ അവന്റെ കഴിവിനോ കരുത്തിനോ മരണത്തെ അതിജീവിക്കാൻ കഴിയോ? ക്വാലാലംപൂരിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന മലേഷ്യയുടെ ബോയിലിംഗ് ഫ്ലൈറ്റ് ലോകത്തിന് ഇന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 200 ശില്ലാനം യാത്രക്കാരെയുമായി ആകാശവിധാനങ്ങളിലേക്ക് ഉയർന്ന ആ ഫ്ലൈറ്റിൽ നൂറുകണക്കിന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്വാലാലംപൂരിലെ വ്യത്യസ്ത ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിയ മധുരമിഠായിയും കളിപ്പാട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആ വിമാനം തന്നെ കിട്ടാതെ അത് അവസാനിക്കണം. അവിടുന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ? അവിടുന്ന് പഠിക്കേണ്ട പാഠം റബ്ബിന്റെ വിധിക്ക് മുന്നിൽ ഒന്നും മായുകയില്ല എന്നാണ്. ഒന്നും മായുകയില്ല എന്നാണ്. എല്ലാ പര്യവേഷണങ്ങളും കഴിഞ്ഞ് ഇന്ത്യയുടെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, ഇന്ത്യ കൂടെ സാമ്പത്തികം മുടക്കിയ ആ പര്യവേഷണ സംഘം ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കുന്ന സമയം ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖനായ യൂട്യൂബർ ധ്രുവ് റാട്ടെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ത്യക്കാരിയായ പെൺകുട്ടി അടക്കമുള്ളവർ അവരെങ്ങനെ കാത്ത് മീഡിയ സെന്ററുകളിൽ ലോകം ഇരിക്കുമ്പോ സ്ക്രീനിൽ ഒരൊറ്റ പൊട്ടിത്തെറി കണ്ടു എന്ന് പറഞ്ഞാൽ അവര് എത്തേണ്ട ദൂരം അവിടെയാണ്. ആ മില്ലി സെക്കൻഡ് എത്തിയപ്പോ അവരും അവരുടെ ഗവേഷണവും സർവം ധൂളിയായി പറക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റിയതുള്ളൂ. അതാ ഖുർആൻ ചോദിച്ചേ, ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. മരണം നിങ്ങളടുത്ത് എത്തുമ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കണം. വലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ, ഒരുപാട് മരണങ്ങൾ കണ്ടു. എന്നിട്ട് നിങ്ങൾക്കൊന്നും ഒതുങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ രാത്രി ഫോൺ എടുത്താൽ യൂട്യൂബിൽ വേണ്ടാത്തത് കാണുന്ന പരിപാടി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് 4 ആൾ കൂടിയിട്ട് യാത്ര പോകുമ്പോ പതുക്കെ കുപ്പികൾ പൊട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിൽ വട്ടിപ്പലിശയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വകാര്യ അജണ്ടയുണ്ടെങ്കിൽ, മനുഷ്യരെ ഒതുങ്ങാൻ നിങ്ങൾ റെഡിയല്ലെങ്കിൽ, ദീന് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, ആത്മവിമർശനങ്ങൾക്ക് റെഡിയല്ലെങ്കിൽ, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. ആ റൂഹ് അതിന് കൊണ്ടുവാ. എനിക്കറിയണ വളരെ ബഹുമാനമുള്ള ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ മക്കളും ഭക്ഷണം കഴിക്കുകയാണ്. 3 മക്കളും ഡോക്ടറാണ്, അദ്ദേഹവും ഡോക്ടറാണ്. ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ വർത്താനം പറഞ്ഞ വാപ്പി മക്കളും ഇങ്ങനെ. ഈ ഡോക്ടർ പ്രത്യേകത, അദ്ദേഹം അത്രയും സർവീസ് മോഡുള്ള ഒരു മനുഷ്യനാണ്. ഓരോ രോഗിയുടെയും നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോ അയാൾ രോഗം മാത്രമല്ല നിർണയിക്കുന്നത്, അയാളുടെ കണ്ണിൽ നിന്നും വാക്കിൽ നിന്നും മനസ്സിൽ നിന്നും വേഷത്തിൽ നിന്നും അയാളുടെ ദാരിദ്ര്യവും വിഷമവും പ്രയാസവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് പൈസ വാങ്ങണതിന് പകരം ആ ചീട്ട് കൊടുക്കുമ്പോ അതിൻ്റെ ഉള്ളില് മരുന്നിന്റെ പൈസയും കൂടി മടക്കി വെച്ച് കൊടുക്കണം. അങ്ങനത്തെ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. മക്കളും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു മോൻ ഒന്നോട് ചുമച്ചു, തരിപ്പ് പോയി എന്ന് പറഞ്ഞാൽ കഴിക്കണ ഭക്ഷണം നല്ല ശ്വാസകോശത്തിലേക്ക് ഇത്തിരി പോയി. സ്വന്തം മകൻ തന്റെ മുന്നിൽ മരിക്കണതിന് അദ്ദേഹം സാക്ഷിയായി നിന്നാണ് കണ്ടു. CPR കൊടുത്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നോ? നമ്മളാണെങ്കിൽ പറയായിരുന്നു ഡോക്ടറെ അടുത്തേക്ക് എത്തിച്ചിരുന്നെങ്കിൽ കഴിച്ചിലാവുമായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു. ഒന്നും ഉണ്ടായില്ല, മരിച്ചു. അപ്പൊ നമ്മളൊക്കെ പോണൊരു ദിവസം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് സഹോദരന്മാരെ. ആ ദിവസത്തെ മുന്നിൽ കണ്ടിട്ട് മതി നമ്മളെ ബാക്കി കളിയും പരിപാടിക്ക്. മനസ്സിലായില്ലേ? അതൊന്നും കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വലിയ വായിൽ പലതും പറയുന്നുണ്ടാവും, അവർക്കൊന്നും ചിലപ്പോൾ കാതിൽ കയറുന്നുണ്ടാവില്ല. അവരൊന്നും കാതിൽ കയറുന്നുണ്ടാവില്ല. പിന്നെ എപ്പോഴാണെന്നറിയോ? കണ്ണനും മലക്കുൽ മൗത്ത് റൂഹിനെയും പിടിച്ചു പോകുമ്പോ കണ്ണടക്കാൻ പറഞ്ഞ എന്തിനാ?
കണ്ണ് ആത്മാവിനെ പിന്തുടരും. അപ്പൊ അടക്കാൻ പറയണം. ആ നേരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും മനുഷ്യന്റെ വിലാപം വരും. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ് അല്ലെ. മനുഷ്യന്റെ ചില വിലാപങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മുൽക്കിൽ ഖുർആൻ പറഞ്ഞു, തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആ നരകത്തിന്റെ തീനാളങ്ങൾ ഇങ്ങനെ ജ്വലിച്ച് കത്തുന്ന നേരത്ത് ഓരോരോ സംഘങ്ങളായി മനുഷ്യരെ നരകത്തിലേക്ക് തള്ളുമ്പോ ആ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന മനുഷ്യരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? ഖാലു, അവർ പറയും, ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. ഫകദ്ദബ്നാ, അപ്പോൾ ഞങ്ങൾ അവരെ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, നിങ്ങളെ മുഖാന്തരം അല്ലാഹ് ഞങ്ങൾക്ക് ഒന്നും ഇറക്കി തന്നിട്ടില്ല, നിങ്ങളടുത്തുനിന്ന് കേട്ടിട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ, നിങ്ങൾ വഴിതെറ്റിപ്പോയ ടീമാ, നിങ്ങൾ പഴച്ചു പോയ കക്ഷിയാണെന്ന് അവര് പറയുമെന്നാണ്. വഖാലൂ ലൗ കുന്നാ നസ്മഉ, എന്നിട്ട് നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ മലക്കുകളോട് അവർ പറയാണ്, ലൗ കുന്നാ നസ്മഉ, നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിൽ, നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നമ്മൾ ഒരിക്കലും നരകക്കാരിൽ പെടില്ലായിരുന്നു. ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, അവരവരുടെ എല്ലാ കുറ്റങ്ങളും ഇവിടെ ഏറ്റുപറയുകയാണ്. പടച്ചോനെ, ഇങ്ങനെ കായിപ്പോയല്ലോ, എന്ത് ചെയ്യുന്നുള്ള നിലക്ക് അവരെല്ലാ കുറ്റങ്ങളും ഏറ്റുപറയാണ്. സഹോദരന്മാരെ, നമ്മൾ ഇത് നമ്മളിലേക്ക് ചേർത്തിട്ടാ ചിന്തിക്കണ്ട. ഞാൻ എന്താ ചിന്തിക്കണ്ടേ? പടച്ചോനെ, ഇത് പറയേണ്ട അവസ്ഥ എനിക്കുണ്ടാകൂ, ഇത് പറയേണ്ട അവസ്ഥ എനിക്കുണ്ടാകൂ. ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളത് എനിക്ക് കേൾക്കണ്ട, നിങ്ങളത് എനിക്ക് മനസ്സിലാക്കണ്ട, നിങ്ങളടുത്ത് ദീന് പഠിച്ചിട്ട് വേണ്ട എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകൂ. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും നമുക്കുള്ള മുന്നറിയിപ്പാണ്. ഈ റോട്ടിലൂടെ അധികം ബഹളം ഉണ്ടാക്കാതെ പോകുന്ന ഒരു ആംബുലൻസ് മുതൽ, അല്ലെ, അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ക്യാൻസർ രോഗിയാണെന്നത് മുതൽ, ഒരാള് ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ളത് മുതലൊക്കെ നമുക്കുള്ള വലിയ മാർഗദർശനങ്ങളാണ്. ആ മാർഗദർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ളത് എളുപ്പമാണ്. വിഷയം തീരുമാനാകാൻ ഞാൻ നിങ്ങൾക്കൊരു കുറുക്കുവഴി പറഞ്ഞുതരാം. വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇപ്പൊ നമസ്കാരത്തിൽ ഓതുന്ന കുറെ സൂറത്തുകളുണ്ട്, നമസ്കാരത്തിലെ ദിക്റുകളുണ്ട്. ഇതെങ്കിലും നമുക്കറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതെങ്കിലും നമുക്കറിയോ? നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ നമ്മളിങ്ങനെ ഓതുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. എന്താണ് സംഭവം? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ഒക്കെ ഇറങ്ങണതിന്റെ ആ ഒരു സാഹചര്യം മനസ്സിലേക്ക് ഓർത്തെടുക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ ഇങ്ങനെ ആത്മീയ ലോകത്തെ കാണ്ടുപോകും. 10-13 കൊല്ലത്തെ പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം അവസാനം 10 കൊല്ലം മക്കത്ത് സഹിച്ച് ജീവിച്ച് ഒരിറ്റ് രക്തം വീഴാതെ മക്ക സ്വതന്ത്രമാകുന്ന കാലത്ത് വിജയവും ആശ്വാസമൊക്കെ വരുമ്പോ അവിടെ കൊടുക്കുന്ന ആഹ്വാനാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. പക്ഷെ അത് അറിഞ്ഞിട്ടാണ് നമ്മൾ ഓതുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇമാം ഓതുകയാണ്, നമുക്കൊരു ഫീലിംഗും ഇല്ല. എല്ലാ കുത്തിപ്പറയുന്നവനെയും എല്ലാ ആക്ഷേപിക്കുന്നവനെയും ഒക്കെ ഒന്ന് കൈകാലുകൾ കൊണ്ടുള്ള ആംഗ്യാണ്. ഇസ്ലാം ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് കൊടുക്കുന്ന സെക്യൂരിറ്റി നോക്ക് നിങ്ങൾ. അയാമെ മുസ്ലിം എന്ന് പറഞ്ഞ് നമ്മള് ഇസ്ലാമിന് നേരെ സല്യൂട്ട് അടിക്കണ അങ്ങനത്തെ ഗൈഡ് ലൈനുകളല്ലേ ഇസ്ലാം പുറത്തുവിട്ടത്. ഒരാളൊരു ആംഗ്യം കൊണ്ടുപോലും, ചിലപ്പോ ഒരു വർത്താനം കൊണ്ട്, 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ഒരാളെ ആക്ഷേപിക്കണില്ല, വലിയ വേദനയായിരിക്കും. ഒറ്റ ആംഗ്യം അല്ലെ, കൂട്ടുകാർക്കടിയിൽ നിന്ന് ഒരൊറ്റ ആംഗ്യം കാണിച്ചാൽ അങ്ങനെ അതിനെപ്പോലും പിന്നെ വിമർശിക്കണ ആയത്താണ് നമ്മൾ ഓതിയത്. എന്നിട്ടോ അത് കഴിഞ്ഞു വന്ന് നമ്മള് ക്ലബിലിരുന്ന്, പാർട്ടി ഓഫീസിലിരുന്ന്, റോട്ടിലിരുന്ന്, ചായക്കടയിലിരുന്ന്, നമ്മളെ കൂട്ടത്തിൽ അത്ര തന്നെ സംസാരവേ പോകുന്നില്ലാത്തൊരു സാധു ചെറുപ്പക്കാരൻ, ഓനങ്ങനെ തിന്നും, പച്ചർച്ചി ഇങ്ങനെ തിന്നും. നമുക്കെന്താ ഒരു പരിവർത്തനം തോന്നാത്തത്? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യരെ, പരസ്പരമുള്ള പെരുമ നടിക്കലാണ് നിങ്ങളെ നശിപ്പിച്ചത്. നിങ്ങൾ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിന്റെ താഴേക്ക് എത്തുന്നതോടെ ഇതൊക്കെ തീരും കേട്ടോ. നമ്മളെപ്പോഴെങ്കിലും നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? വയംനഊനൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ തുടങ്ങുന്ന സൂറത്തിന്റെ അവസാനത്തെ ആയത്താ. എന്താ അതിന്റെ അർത്ഥം? വയംനഊനൽ മാഊൻ. അവർ പരോപകാര വസ്തുക്കൾ തടയുന്നവരാണ്. എന്താ പരോപകാര വസ്തു? നമ്മളെ വീട്ടിലൊന്ന് പിക്കാസ് ചോദിക്കാണ്, മൺവെട്ടി ചോദിക്കാണ്, മണലരിക്കണ അരിപ്പ ചോദിക്കാണ്, 5 കിലോന്റെ ബിരിയാണി വെക്കണേ പ്രഷർ കുക്കർ ചോദിക്കാണ്, കത്തി ചോദിക്കാണ്, സൂചി ചോദിക്കാണ്, പിന്ന് ചോദിക്കാണ്.
ഇതൊക്കെയാണ് പരോപകാര വസ്തു, തഫ്സീറിലുള്ളതാണ്. സഹോദരന്മാരെ, ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ഖുർആൻ മൊത്തം അറിയോന്നല്ല ഞാൻ ചോദിക്കണേ, നമ്മൾ ഓതുന്ന ഭാഗമെങ്കിലും നമുക്കറിയോ? ഇതൊന്നും അറിയാതെയാണ് നമ്മൾ എപ്പോഴും സുന്നി മുജാഹിദൊക്കെ ഭയങ്കര ടൈറ്റാക്കല്ലേ. ഞാൻ പറയണത് എൻ്റെ ബഹുമാനരായ മുജാഹിദ് സുഹൃത്തുക്കളോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ എന്തൊക്കെ ഭാഗങ്ങൾ അറിയും? നമ്മളെ ഖബറിൽ നമ്മളേ ഉണ്ടാകുള്ളൂ. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഓരോരുത്തർ ഒറ്റക്ക വരിക, ഓരോരുത്തർ അവരുടെ റബ്ബിന്റെ മുന്നിലെ ചോദ്യങ്ങൾക്ക് ഒറ്റക്കൊറ്റക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. നോക്ക് നിങ്ങൾ, ഞാൻ ഇവിടെ എടുക്കണോ ഫസ്റ്റ് പോയിന്റ് എന്താ അറിയോ? നമുക്ക് ആർക്കും തർക്കമില്ലാത്ത വിഷയം ഞാൻ ഫസ്റ്റ് എടുക്കണേ. നിങ്ങളിത് ശാന്തമായിട്ട് കേൾക്കുക. ഞാനിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെ പറയേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പേര് പോലും ഞാൻ അവിടെ പറയണില്ല, ഒരു സംഘടനന്റെ പേര് പോലും ഞാൻ പറയണില്ല. ഇത് ഫുള്ള് എൻ്റെ അടുത്തുള്ള കിതാബും തെളിവുമാണ്. ഞാനിത് നമ്പർ ഇട്ട് അങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോണിൽ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളെ പിന്നെ മൈക്രോഫോൺ ഓഫ് ആക്കിയിട്ട് എൻ്റെ ടോക്ക് റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ലൈവ് പോകുന്നുണ്ട്, ആ ലൈവ് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. നിങ്ങൾ ആകെ ഒന്നേ ചെയ്യേണ്ടുള്ളൂ, ഞാൻ പറയുന്ന ആയത്തുകളുടെ ഒക്കെ അർത്ഥം നമ്പർ, ചില ആയത്തിന്റെ നമ്പർ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല, ഓർമ്മയിലുള്ളത് ഞാൻ പറയും. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ഒരു പറഞ്ഞുതരും. ഒരു കടലാസിലേക്ക് അത് എഴുതുക. ഈ തർക്കങ്ങളൊക്കെ തീരാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. എന്താ അറിയോ? എന്നിട്ട് വലിയ കാൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, അല്ലെങ്കിൽ KV കൂറ്റനാട് മുസ്ലിയാർ, അബ്ദുള്ള മൗലവി, അബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെയുള്ള മുജാഹിദുകളെക്കാളും പരിഭാഷ ഉള്ളതായിരിക്കാം. പരിഭാഷ പാടില്ല എന്നും പരിഭാഷ ചെയ്യുന്നവൻ കാഫറാകും എന്നൊക്കെ ഒരു കാലത്ത് എഴുതി വെച്ചിട്ടും പരിഭാഷ ഉള്ളതായിരിക്കാം നമ്മുടെ സുന്നി ഉസ്താദുമാർക്കാണ്. അത് നിങ്ങളൊന്ന് വാങ്ങുക. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, നമ്മുടെ ടെറസിന്റെ വീടുണ്ട്, രാജസ്ഥാൻ മാർബിൾസിന് അവിടെ പോയി തന്നെ എടുത്തിട്ടുണ്ട്, ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ വീട്ടിലൊരു ഖുർആൻ പരിഭാഷ ഇല്ല. ഞങ്ങൾ മുജാഹിദുകളുടെ നിങ്ങൾ എടുക്കണ്ട, സുന്നി ഉസ്താദുമാരുടെ എടുത്തോളി. ഞങ്ങളത് കിട്ടാനുള്ള വഴി ഒന്ന് ഞങ്ങൾ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവരെടുത്തുള്ള കോപ്പി നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ എന്താ പറയുക, അവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ കയറുക, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ കയറുക. എന്നിട്ട് ഇപ്പൊ പ്ലേ സ്റ്റോർ കയറിയിട്ട് ആൻഡ്രോയിഡ് ഖുർആൻ സെർച്ച് കൊടുത്ത് ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ പരിഭാഷന്റെ ഭാഗം ഒരു ഗ്ലോബിന്റെ പോലെ ഉണ്ടാകും. അതെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിന്റെ പരിഭാഷ കിട്ടും. ഇനി വേണ്ട, ഇതിലേറെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ QMT എന്ന് ടൈപ്പ് ചെയ്യുക. QMT എന്ന് ടൈപ്പ് ചെയ്താൽ ഖുർആൻ മലയാളം തഫ്സീർ കിട്ടും. എല്ലാം ഉണ്ടായില്ല, പരിഭാഷ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാനിവിടെ പറയുന്ന ആയത്തിന് ഉസ്താദിന്റെ പരിഭാഷ എന്താ നോക്കുക, ഇതിലുള്ള എന്താ നോക്കുക, എന്തെങ്കിലും അട്ടിമറി നടത്തിയിട്ടുണ്ടോ? കുറേ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, ഒരു വിവരമുള്ളവർക്ക് ഫുൾ അട്ടിമറി നടത്തുന്നവരാണ്, വലിയ വിവരമൊന്നുമില്ല. ഇമാം മാലിക് റഹിമഹുല്ലയോട് അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ആളുകൾ തുടർച്ചയായി ചോദിച്ചപ്പോ 40 മസ്അല ചോദിച്ചപ്പോ 40നും ലാ ആരിഫ് എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നത് അത് കടലിൽ നിന്നൊരു പക്ഷിക്കുഞ്ഞിന്റെ ചുണ്ടിൽ, എന്താ പറയാ, കടലിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞിന്റെ ചുണ്ടിൽ കിട്ടുന്ന ഒരു തുള്ളി വെള്ളല്ലേ, ആ വെള്ളത്തിനേക്കാളും ചെറുതാ മനുഷ്യന്റെ ഇൽമ അറിയണത്. ബാക്കിയൊക്കെ മനുഷ്യന് കിട്ടാനുള്ള ഇൽമ. നമ്മളെടുത്തുള്ള എഞ്ചിനീയറിങ്ങും, നമ്മളെടുത്തുള്ള സയൻസും, നമ്മളെടുത്തുള്ള തെങ്ങ് കയറ്റവും, നമ്മളെടുത്തുള്ള വാഴക്കൃഷിയും ഒക്കെ അതിൽ പെടും. ആ പക്ഷിക്കുഞ്ഞിന്റെ ചുണ്ടിന്റെ അടുത്തുള്ള ആ അത്രല്ലേ അതിൽ പെടും. അതുകൊണ്ട് ഞാനിവിടെ ആരെങ്കിലും കൈകാര്യം ചെയ്യാനും വിമർശിക്കാനൊന്നും വന്നതല്ല. ദീർഘമായ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്ന എന്തിനാ അറിയോ? നിങ്ങളോട് എൻ്റെ ഹൃദയം തുറന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്കിതിന് സാക്ഷിയായിരിക്കും. പരലോകം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയാലോ? പരലോകം ഉണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ലാബെന്ന് തെളിഞ്ഞു, നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ നമ്മൾ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ വെച്ചിട്ട് ഖുർആൻ പഠിക്കണിന്റെ വിധി എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഖുർആൻ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ, പഠിക്കേണ്ട വിധം പഠിക്കാൻ തുടങ്ങിയാൽ, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വല്ലാത്തൊരു ധൈര്യം കിട്ടാണ്ട്. നോക്കൂ നിങ്ങൾ, എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഖുർആൻ ചോദിക്കുകയാണ്, സൂറത്തു നിസാഇന്റെ 82, 4-ാമത്തെ സൂറത്തിലെ 82-ാമത്തെ ആയത്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലെ നോട്ട് തുറന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ച് പോകാം. എന്നാ പിന്നെ മുജാഹിദ് പരിഭാഷയും സുന്നി പരിഭാഷയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ സുഖമാണ്. ഖുർആൻ ചോദിക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിലൊരുപാട് അബദ്ധങ്ങൾ കാണുമായിരുന്നു. ഇന്നേ വരെ ലോകത്തൊരാൾക്കും ഖുർആനിലെ ഒരു അബദ്ധവും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല.
ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നുണ്ട്, യഖൂലുല്ലാഹു തആല ആമിറൻ ഇബാദഹു ബിതദബ്ബുരിൽ ഖുർആനി വനാഹിയൻ ലഹും അനിൽ ഇറാദി അൻഹു വഅൻ തഫഹുമി മആനിഹി അൽ മുഹക്കം അല്ലേ വഅൽഫാദിഹി അൽ ബലീഗ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വിശ്വാസികളോട് ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് ഉറ്റ ആലോചിക്കാനും അതോടൊപ്പം അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിന്റെ അർത്ഥം ഒരു വിശ്വാസി പഠിക്കലും അതിലേക്ക് ആലോചിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കലും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിക്കണവരും ആലോചിക്കണവരൊക്കെ അവർ പൊടുന്നതിന് മാറുന്നുണ്ട് സുഹൃത്തുക്കളെ. എനിക്കറിയാം, ഞാൻ SSLC കഴിഞ്ഞ് 2 വർഷം ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ അങ്ങനെ കറക്റ്റ് ആ കാരണം കൂടി സമയം കൂടി ഓർത്തെടുക്കാനൊരു കാരണമുണ്ട്. ഞാൻ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. SSLC കഴിഞ്ഞ് 2 വർഷം പ്രായമുള്ള സമയത്ത് ഒരാൾക്ക് ഏകദേശം എന്താ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാനൊരു ഖുത്ബ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഹൈവേയിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം എന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിൽ ഇപ്പൊ മുസ്ലിം ആകണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര കുറ്റായിട്ടാണ് ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയാണ് അല്ലേ? 947 ബ്രിട്ടീഷുകാരനോട് പോരാട്ടത്തിന്റെ ഊശ്വര ഭൂമികളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച രാജ്യത്ത്, ഈ രാജ്യത്ത് തന്നെ ജീവിക്കുകയും ഈ രാജ്യത്തിന്റെ മണ്ണിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുമെന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമല്ല. ജൂൺ 4 റിസൾട്ട് വരുമ്പോ ഇന്ത്യ മുന്നണി ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഒരു ബേജാറും ഞങ്ങൾക്കാർക്കും ഇല്ല കേട്ടോ, ഒരു ബേജാറും ഇല്ല. ജയിക്കട്ടെ, വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിലും ഒരു ചുക്കൂടെ വരാൻ പോണില്ല എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ 1000 വട്ടം വിശ്വസിക്കണവരാ നമ്മള്. കാരണം എന്താ അറിയോ, ഫിർഔൻ എന്ന ഏകഛത്രാധിപതിയെ പടച്ചോൻ കൈകാര്യം ചെയ്തത് എങ്ങനെ? അയാളെ വകവരുത്താനുള്ള കുഞ്ഞിനെ അയാളുടെ ബെഡ്റൂമിൽ വളർത്തിയിട്ടാണ് പടച്ച റബ്ബ് ആ പ്രക്രിയ പൂർത്തീകരിച്ചത്. ആ ഹിക്മത്ത് ചരിത്രത്തിൽ നിന്ന് വായിച്ചൊരു വിശ്വാസി ഒന്നും പേടിക്കൂല, അങ്ങനെ മാരറ്റുമ്പോഴത്തിന് പേടിക്കൂല കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറയണത് നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഈ ഒരു മനുഷ്യൻ ഇത് വന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചെന്തോ, നിങ്ങൾ എന്തിനാ മുസ്ലിമാണ് എന്നാണ്. നാഷണൽ ഹൈവേയിൽ എടുക്കണ, ദേശീയപാതയിൽ എടുക്കണ സംസാരമല്ല, സ്റ്റേറ്റ് ഹൈവേയിൽ എടുക്കണ സംസാരമാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഖുറാനിൽ ഒരു വചനം കണ്ടു, ഖുത്ബയിൽ ഒരു വചനം കേട്ടു. അപ്പൊ അയാൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഖുത്ബ അങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളാരുവേള പെരി പോയി ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല, ഖുത്ബ പറയുന്ന ഖത്തീബിന്റെ ഖുത്ബ അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ ഖുത്ബയിൽ ഖത്തീബ് പറഞ്ഞത്? വഖൂദുഹ അന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കുന്നത് 1 കല്ലാണ്, 2 മനുഷ്യരെയാണ്. അപ്പൊ ഭൂമിയിലെ കല്ല് കത്തൂല, അതുകൊണ്ടാണ് അടുപ്പിന് കല്ല് വെക്കുന്നത്. ഭൂമിയിലെ കല്ല് കത്തൂല, എന്നാലോ പരലോകത്ത് ഈ കല്ലും കൂടി കൂട്ടിയിട്ട് മനുഷ്യനെ കത്തിക്കും. അപ്പൊ അയാളെ തഴമ്പ് കാണിച്ചിട്ട് പറയാം, ഞാൻ കരിങ്കൽ കോറിൽ ജോലി ചെയ്യുന്ന ആളാണ് മോനെ, കല്ല് കത്തുമെങ്കിൽ അങ്ങനത്തെ ഒരു ലോകം ഉണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കൂല. അയാളത് ആലോചിച്ചപ്പോഴോ അയാൾ മദ്രസ പോയിട്ടില്ല സുഹൃത്തുക്കളെ, അയാൾക്കൊന്നും അറിയില്ല. അയാൾക്ക് 50ഓളം വയസ്സ് പ്രായത്തിയ ഒരു മനുഷ്യനാണ്. അപ്പൊ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വേറൊരു പള്ളിയിൽ ഖുത്ബക്ക് വരുന്ന ഒരാള് തൗഫീഖ് പോലെ അവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ മുസ്ലിം ആകണമെന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അതിനെന്താ, അയാൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്ക്. അയാളോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത്. ഖലാസ്. നമ്മൾ എന്തെങ്കിലും ഒരായത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ പലരും പലിശക്ക് എടുക്കണോരാ, ലോണിന് പോണോരാ. ഖുർആൻ പറഞ്ഞ എന്താ? പലിശക്കെടുക്കുന്ന വ്യക്തിയെ അവനുമായി അള്ളാഹു യുദ്ധത്തിലാണെന്നാണ്. പിന്നെ എങ്ങനെ ഭാര്യന്റെ സ്വർണമാല ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് പലിശക്ക് എടുക്കാൻ പറ്റുക? ഭാര്യ പറയും, മനുഷ്യ നമ്മളെ വീടിന്റെ നിലം ചെത്തി തേച്ചിട്ടില്ലെങ്കിലും മാർബിളിട്ടുള്ള ഒരു കുഴപ്പമില്ല, ഞമ്മക്കത് വേണ്ട, നിങ്ങളടുത്ത് പൈസ ഉണ്ടാകുമ്പോ നോക്കാം നമുക്ക്. ഭാര്യ പറയുന്ന ഉയരത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എത്തും സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉറ്റാലോചിക്കണമെന്ന് തന്നെയാണ്. മാത്രല്ല വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. സൂറത്തു ബഖറയിലെ 121. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ, യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അതിനെ ഓതേണ്ട വിധം ഓതുന്നവരാണവർ. ഉലൈക യുഅ്മിനൂന ബിഹി, അവരതുകൊണ്ട് വിശ്വസിക്കുന്നവരുമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു വാചകത്തിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ഇന്ന ഹഖ്ഖ തിലാവതിഹി, തീർച്ചയായും യഥാർത്ഥത്തിലുള്ള ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
അള്ളാഹു ഹലാലാക്കിയതിനെ ഹലാലാക്കലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഖുർആൻ അതുപോലെ തന്നെ വിശ്വസിക്കലാണ് എന്നാണ്. അപ്പോ കേവലം ഓതിപ്പോയതുകൊണ്ട് യഥാർത്ഥ ഓത്താകൂല. അതിലെ വിധികൾ ആ ഖുർആനിൽ നിന്ന് കണ്ടു പഠിച്ച് മനസ്സിലാക്കി പോകണമെന്നാണ്. അഥവാ ഖുർആൻ പഠിക്കുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മാത്രമല്ല, മൂന്നാമത്തെ ആയത്ത് ഞാൻ ഓത സൂറത്ത് ബഖറയിൽ 78, വമിൻഹും ഉമ്മീയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ. അവരിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വ്യാമോഹങ്ങൾ മാത്രം. ഭയങ്കര സംഭവമാണ് ഖുർആൻ, അത് ഭയങ്കര വിജയമാണ്, അതിനാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ അവരങ്ങനെ വിചാരിച്ചു വെക്കും അല്ലെ. ഖുർആൻ പറയാ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ലാ ഇൽമ ലഹും ഇല്ലാ മുജറദു തിലാവ, കേവല ഓതാ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ദൂന തഫഹുമീൻ, ഖുർആനിലെ അർത്ഥം മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. വ തദബ്ബുരിൻ, അതിനെക്കുറിച്ച് അവർ ഒരിക്കലും ഉറ്റാലോചിക്കുകയും ഇല്ല. ഇനി ഞാൻ ഒറ്റൊന്നും കൂടി ഈ വിഷയത്തിൽ ഉദ്ധരിക്കുകയാണ്. സൂറത്തു ഫുർഖാനിലെ 30, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന രംഗാണ്. പടച്ചോനെ, എന്റെ ജനങ്ങളൊക്കെ ഈ ഖുർആനിനെ അവഗണിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എന്ത് കാരുണ്യമുള്ള ആളാണ് സുഹൃത്തുക്കളെ, എന്തുമാത്രം കാരുണ്യമുള്ള ആളാ. ആ റസൂല് പോലും വിഷമത്തോടുകൂടെ റബ്ബിന്റെ മുമ്പ് പറയും, ഇവർ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു പടച്ചോനെ എന്ന് അവർ പറയും എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ് വതർകു തദബ്ബുരിഹി വതഫഹുമിഹി മിൻ ഹജറാനിഹി, ഖുർആനിന്റെ അർത്ഥം പഠിക്കലും മനസ്സിലാക്കലും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഖുർആനിനെ അവഗണിക്കലാണ്. അപ്പോ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി പറയുന്ന കൂട്ടരെ നിങ്ങളുണ്ട്, അതുകൊണ്ട് തിരുത്തണം എന്ന് ഞങ്ങൾ പറയുന്നത് വലിയ കുറ്റ? അത് ഖൈറല്ലേ സുഹൃത്തുക്കളെ? അത് ഖൈറല്ലേ? നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പിരിവ് വിചാരിച്ചിട്ടാ, എന്തെങ്കിലും ഖൈറ് വിചാരിച്ചിട്ടാ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മുജാഹിദ് പ്രസ്ഥാനം 10, 20, 30 മഹല്ലുകൾ, മുജാഹിദുകൾ മാത്രമുള്ള പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. എടത്തനാട്ടുകര പോലെ, പിന്നെ എന്താ പറയുക, തിരുരങ്ങാടി പോലെ, അരീക്കോട് പോലെ മുജാഹിദുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ പോലും നമ്മളാരും ഞങ്ങൾക്കൊരു എംപിനെ വേണം, MLA വേണമെന്നൊന്നും ഈ കാലം വരെ പറഞ്ഞിട്ടില്ല. കാരണം ഇത് അതിനുണ്ടാക്കിയ പാർട്ടിയല്ല. രാഷ്ട്രീയത്തിൽ കൃത്യമായ റോളുണ്ട്, ചെയ്യേണ്ടമാതിരി ചെയ്യും, ഇടപെടേണ്ടമാതിരി ഇടപെടും, അതിലൊന്നും സംശയമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ യൂണിറ്റ് തിരൂരങ്ങാടിയിലെ യൂണിറ്റാണ്. ഉമർ മൗലവി ആയിരുന്നു അതിന്റെ സെക്രട്ടറി. KM മൗലവി പിന്നെ അതിന്റെ ഏറ്റവും ഉന്നതരായ സ്ഥാപകരിൽപ്പെട്ട ആളുകളാണ്. രാഷ്ട്രീയത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പിന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ രൂപകൽപ്പന ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ആളായിരുന്നു. ഈ മൊയ്തു മൗലവി പോലത്തെ ആളുകളൊക്കെ അതൊക്കെ അറിയാം. പക്ഷേ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും ഇതിന്റെ ലക്ഷ്യോദ്ദേശവും പൊളിറ്റിക്കലി ഓർഗനൈസ് ചെയ്യപ്പെടുക എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആൻ അത് തള്ളിക്കളഞ്ഞവരിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നത് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. അപ്പൊ ഈ ഖുർആന് അർത്ഥസഹിതം പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ വാദം എന്താണ്? ഞാന് 4 ആയത്ത് ഉദ്ധരിച്ചല്ലോ, 4 ആയത്തിന്റെ നമ്പറും പറഞ്ഞു. അവരുടെ വാദം തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ എന്നൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചിലപ്പോൾ വിചാരിക്കും, ഈ പ്രദേശത്ത് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടോ? ഉസ്താദ് ഇങ്ങനെ അർത്ഥം പഠിപ്പിച്ചു തന്ന തഫ്സീറും എന്താ പറയാ അതിന്റെ വിശദാംശങ്ങളും ഖബീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സുന്നി മഹല്ലിൽ എവിടെയാണ് ഒരു ഖുർആൻ ക്ലാസ് ഉള്ളത്? നിങ്ങളൊന്ന് തെരഞ്ഞോക്ക്. കേരളത്തിലെ മൊത്തം തെരഞ്ഞോക്ക്, എവിടെ കിട്ടും? അത് കിട്ടാത്തതിന്റെ കാരണം പിടിച്ചോ. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ, ഖുർആൻ പരിഭാഷ നൽകുന്നതിൽ നിന്ന് സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് എന്ന പേരിൽ ഒരു സമസ്തയിലെ ഉസ്താദ്, ആരും പേര് ഞാൻ പറയണില്ല, പേര് പറയണേ പിന്നെ ആർക്കും ബുദ്ധിമുട്ടാണ്ട, എനിക്ക് എന്റെ കണ്ടന്റ് നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം പറയാണ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഒരായത്തിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? ഉണ്ടോ അല്ലേന്നോ? 4 ആയത്തും അതിന്റെ തഫ്സീറും ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. 4 ആയത്തും അതിന്റെ തഫ്സീറുമാണ് ഞാൻ ഉദ്ധരിച്ചത്, അല്ലെ? എന്റെ വ്യാഖ്യാനമല്ല ഞാൻ വെച്ചത്. മാത്രല്ല, നോക്ക് നിങ്ങൾ, നമുക്ക് വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയും. അടുത്ത ഇതിൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? സൂറത്തുൽ ഫാത്തിഹന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല. സൂറത്തുൽ ഫാത്തിഹന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല.
ഇനി ഓതൽ തന്നെ നിർബന്ധമായത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന്റെ തന്നെ അർത്ഥം പഠിക്കൽ സുന്നത്ത് പോലുമില്ല. മുസ്ലിം സമുദായത്തെ കൊണ്ടേ എത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താ അറിയോ? നമുക്കിടയിലെ വിഷയങ്ങൾ വളരെ ലളിതമായി പരിഹരിക്കാൻ വഴിയുണ്ട്. നമ്മളെ അങ്ങനെ ആലോചിക്കും, നൂറുകണക്കിന് പിന്നെ മസ്അലകളും ആയിരക്കണക്കിന് ആയത്തുകളും 10,000-കണക്കിന് ഹദീസുകളും, അതിൻ്റെ ഇടയ്ക്ക് 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ എന്ത് ചെയ്യാനാണ് മൗലവി? നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഉസ്താദിനെ അന്ധമായി പിൻപറ്റിയാണ് പോകുക എന്നല്ലാതെ നിങ്ങൾ ഈ പറയണമാരിയൊക്കെ സംഭവം നടക്കുമോ, കാര്യങ്ങളേറ്റ് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു പക്ഷേ പേടിയോടുകൂടെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും. രണ്ടാമത് ഞാൻ എടുക്കണ മസ്അല അതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാര്യം എന്താ? നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത എന്താ? നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഖൗല് പിൻപറ്റി പോവുകയാണോ വേണ്ടത്? അതിന്റെ ഉത്തരം പറയേണ്ടത് ആരാ? ഖുർആനാ പറയേണ്ടത്. സൂറത്തു നിസാ, ഖുർആന്റെ 4-ാമത്തെ അധ്യായം, അതിൽ 59-ാമത്തെ ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ടോ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മതത്തിൽ നിങ്ങൾക്കിടയിൽ വല്ല വിഷയത്തിലും തർക്കം വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, നിങ്ങളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അല്ലാഹുവിലേക്ക് എങ്ങനെ മടക്കും? അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് എങ്ങനെ മടക്കും? അതാണ് പ്രവാചകന്റെ ഹദീസ്. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ കാര്യം. വഅഹ്സനു തഅ്വീല, അതിനാണ് ശരിയായ പര്യാവസാനമുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊക്കെ കാര്യമാണ് മടക്കേണ്ടത്? മിനിയാന്ന് ഞാൻ വിശ്രം യൂത്തിന്റെ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിലായിരുന്നു 1 മണിക്കൂർ രാവിലെ. എന്താ മെഡിക്കൽ ബോർഡ്? ഡോക്ടേഴ്സ്, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും മതപണ്ഡിതന്മാരും ഒന്നിച്ചുകൂടി ഒരു ചർച്ചയായിരുന്നു. എന്താ കാര്യം? എന്റെ സുഹൃത്ത് യാസർ, യാമ്പുവിൽ ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്ത് യാസറിന്റെ കുഞ്ഞ് വളരെ ജനിതക രോഗങ്ങളിൽ ജനിച്ച ഉടനെ ആ കുട്ടിക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഹാൻഡ് പമ്പ് കൊണ്ട് ഡോക്ടർ ഇങ്ങനെ ഓക്സിജൻ കൊടുത്താണ് അതിന്റെ ജീവൻ നിലനിർത്തിയത്. വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്തു. വെന്റിലേറ്ററിലേക്ക് അവൻ എത്താനുള്ള, സൗദി അറേബ്യയിൽ നിങ്ങളുടെ യാത്ര ചെയ്തെത്താനുള്ള ഒരു സമയം എത്തിയപ്പോ അവനോട് ചോദിച്ചു, എന്നാ വെന്റിലേറ്റർ ഫ്രീ ആക്കല്ലേ? അവിടെ ജീവനാണത്. അപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട്. ആ കുട്ടി ജീവിച്ചാൽ അതിന് 1000 അസുഖാണ്, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ മരുന്ന് വേണം ചികിത്സിക്കാൻ. ഇന്ന് ലോകത്ത് ഇപ്പൊ 17 കോടി മുടക്കിയിട്ട് ചികിത്സിച്ച രോഗല്ലേ അല്ലേ? പിന്നെ ഇഞ്ചക്ഷൻ നമുക്കറിയാം, മലയാളി മുഴുവൻ പിരിച്ച ഒരു പിഞ്ചു കുഞ്ഞിനു വേണ്ടിയാ. കുഞ്ഞിനെ അള്ളാഹു ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരട്ടെ. അങ്ങനത്തെ അസുഖമൊക്കെ ഉണ്ടാകും. യാസറിന് പക്ഷേ ഡോക്ടർ ചോദിച്ചപ്പോ എനിക്കത് ഈ സമയത്ത് ഊരാൻ പറ്റുമല്ലേ എന്ന് പണ്ഡിതന്മാരോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറയേണ്ടി വന്നു. കാരണം എന്താ? വിശ്വാസി അവന്റെ ജീവിതത്തിലേക്ക് ഏത് പോയിന്റിനെയും അങ്ങനെയാണ് കാണുക. കൈ എവിടെ കെട്ടണം, തല എത്ര തവണ തടവണം, കുനോ തോതനോ വേണ്ടേ, കുത്തുബിയത്ത് വേണോ വേണ്ടേ? ഇതിൽ മാത്രമൊന്നല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫാ, വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇപ്പൊ വെന്റിലേറ്റർ ഫ്രീ ആക്കിയ കുട്ടിയുടെ ജീവൻ പോകും. ഇപ്പൊ പൈസ ഇല്ലാത്തത് കൊണ്ട് വെന്റിലേറ്റർ ഫ്രീ ആക്കാൻ പറ്റുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ക്യാഷ് ഇല്ല, ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടണം. യാസറിന്റെ കുട്ടിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ലോകം മുഴുവൻ അത് ചോദിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ ഡോക്ടേഴ്സ് ആരാ? പിന്നെ പീഡിയാട്രീഷ്യൻ ഉണ്ട്, മെഡിസിൻ, ജനറൽ മെഡിസിനിലെ ഡോക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. ഒക്കെ നമ്മുടെ സംഘടനയിലെ നമ്മുടെ ആത്മസുഹൃത്തുക്കളാണ്. കൂട്ടത്തിൽ ആദരണീയൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനുണ്ട്. അദ്ദേഹം എല്ലാം കേട്ടു. ഡോക്ടേഴ്സിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉച്ചയാകുമ്പോൾ മറുപടി പറയാം. ഈ വിഷയത്തിൽ ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ നടന്ന ചർച്ച ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഫത്വ അദ്ദേഹം എനിക്ക് ഇട്ടുന്നു. യാസറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ വെന്റിലേറ്ററിൽ ഫ്രീ ആക്കാം. അപ്പൊ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ തത്വങ്ങൾ കൂടി പാലിച്ച് അതിന്റെ പാരാമീറ്റേഴ്സ് കുറച്ച് കൊണ്ടുവരാം. ജസ്റ്റ് എന്റെ പാരാമീറ്റേഴ്സ് കുറച്ചപ്പോ തന്നെ അവൻ മരിച്ചു.
യാസർ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കുഞ്ഞ് അബ്ദുള്ള മരിച്ചുപോയി, മരണപ്പെട്ടു. ഔദ്യോഗികമായി ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. നമ്മൾ അവനോട് പറഞ്ഞിരുന്നു, മോനെ മരിച്ചു എന്ന് കേട്ട അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ദുനിയാവിലേക്കാണ് കുഞ്ഞിനെ. നമ്മുടെ കുഞ്ഞ് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ ശുപാർശ ചെയ്യും. ഒരു കുഞ്ഞിന്റെ മരണത്തിന്റെ നേരത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാലില്ലാ എന്ന് കൂടെ പറയുകയും ചെയ്താൽ, പടച്ചോനെ എന്തിനെ എന്റെ കുഞ്ഞിനെ നീ എടുത്തു എന്ന് പറഞ്ഞ് നിലവിളിക്കാതെ ചെയ്താൽ അവന് ബൈത്തുൽ ഹംദുണ്ട്, സ്തുതിക്കുന്നവർക്കുള്ള വീടുണ്ട് എന്നാണ് അവൻ എന്നെ അറിയിച്ചത്. അങ്ങനെയാണ്, വോയിസ് എന്റെ ഫോണിലുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന്, ആ ദമ്പതികൾക്ക് അള്ളാഹു കരുത്തുറ്റ മക്കളെ കൊടുക്കട്ടെ, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ദീനിനെ കാണേണ്ടത്. എല്ലാ സൂക്ഷ്മവശങ്ങളിലും അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. നമ്മൾ എന്തു വന്നാലും അത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കിയ തർക്കം തീരും. ഞാൻ പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 സ്വഹാബിമാര്, ഒരാള് എന്ത് ചെയ്തു, രണ്ടാളും തയമ്മും ചെയ്ത് നിസ്കരിച്ചു. അതിന്റെ ശേഷം വെള്ളം കിട്ടിയപ്പോൾ ഒരാൾ ഒളു ചെയ്ത് നിസ്കരിച്ചു, മറ്റേയാൾ തയമ്മുമിൽ മാത്രം ചുരുക്കി. രണ്ടാളും തർക്കത്തിലായ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ എന്ത് പറഞ്ഞു? തയമ്മും ചെയ്ത് നിസ്കരിച്ചത് മതി, 2 വട്ടം നിസ്കരിച്ച ആൾക്ക് 2 കൂലിയുണ്ട്. രണ്ടാമത്തെ ചരിത്രം പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ വീട്ടിൽ കുടുംബങ്ങളായി ജീവിക്കുകയാണ്. ആ കുടുംബങ്ങളായി ജീവിക്കുമ്പോ ഒരു ദിവസം ഒരു വയസ്സായ സ്ത്രീ അവരെ വീട്ടിൽ വന്നു. ആ വയസ്സായ സ്ത്രീ 2 ആളെ നോക്കി, മക്കളെ നിങ്ങൾക്ക് 2 ആൾക്കും ഞാൻ പാല് തന്നിട്ടുണ്ടല്ലോ. ഇസ്ലാമിലൊരു നിയമമുണ്ട്, ഒരു സ്ത്രീയുടെ പാല് ഒരാണും ഒരു പെണ്ണും കുടിച്ചാൽ അനന്തരാവകാശമല്ലാത്ത എല്ലാ വിഷയത്തിലും അവർക്ക് സാഹോദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാ ഇസ്ലാമിന്റെ ഹുക്മ്. ഇത് കേട്ടോടുകൂടി അവരെന്താ പറഞ്ഞ, ഞങ്ങൾ മിണ്ടല്ലി, ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ ജീവിക്കട്ടെ കുട്ടികളായി മക്കളായി എന്നല്ല. നേരെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ചോദിച്ചു, നബിയെ ഇങ്ങനെ കേട്ടു ഞങ്ങള്. പ്രവാചകൻ വിഷമത്തോടെ പറഞ്ഞു, വഖദ് ഖീൽ, നിങ്ങളെ കാര്യം അറിഞ്ഞല്ലോ, അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ 2ആയി ജീവിക്കണം. അവർ കണ്ട സ്വപ്നങ്ങൾക്കൊക്കെ അവിടെ വിരാമം കുറിച്ച് കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് അവർ 2 വഴികളിലേക്ക് നടന്നു. ഇന്നലെ വരെ ഭാര്യയും ഭർത്താവും ആയാള് ഇന്നു മുതൽ ആങ്ങളെയും പങ്ങളും ആകണം, സിസ്റ്ററും ബ്രദറും ആകണം എന്ന് പറയുന്നതിനെ അപ്പടി അവർ സ്വീകരിച്ചു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാ മസലയും തീർന്നു. പക്ഷെ ഈ തിങ്കളാഴ്ചക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ തിങ്കളാഴ്ച 8-9 മണിയാകുമ്പോ ലോകാനുഗ്രഹിയായ റസൂൽ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലും നെഞ്ചിനും മടിക്കും ഇടയിൽ കിടന്ന് ലോകത്തിന്റെ റസൂൽ യാത്ര പറയുമ്പോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പറയുമ്പോ, ഇല റഫീഖിൽ അഅ്ലാ, സ്രഷ്ടാവായ രക്ഷിതാവിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് പറയുമ്പോ ആദ്യത്തെ തർക്കണ്ടായി. ശരിക്ക് കേട്ടോളൂ ഞാൻ പറയണേ കേട്ടോ. ഉസ്താദിനോട് ചോദിക്കണതൊക്കെ പോയിട്ട് ഉസ്താദിനെ ഇടങ്ങാറാക്കാനല്ല, നിങ്ങൾക്ക് എന്നെ കുറച്ച് വിശ്വാസക്കുറവുണ്ടാവും, എനിക്ക് അറിയാതെ. 17-ാം വയസ്സിൽ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പോണീന്റെ ഇടക്ക് ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചു വീഴാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. തൗബക്ക് ഇസ്തിഗ്ഫാറിന് അവസരം കിട്ടി, അതുകൊണ്ട് അറിയാം നമുക്ക്. നിങ്ങൾക്ക് എന്നോട് ചെറിയൊരു അമർഷമൊക്കെ ഉണ്ടാവും, ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും കേട്ടോ. അതെന്താ അറിയോ, അങ്ങനെ ഇതിന്റെ സ്റ്റേജ് കെട്ടിയ ആളുകളൊക്കെ അങ്ങനെ വിഷമിച്ചു പറഞ്ഞു. എനിക്കറിയാം, ഞാൻ കുഞ്ഞിപ്പള്ളിയിൽ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ, പ്രസംഗം അങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ പോലെ ശാന്തമായ ആൾക്കാർ കേൾക്കുന്നല്ല. കുറച്ച് ആളുകൾ ഭയങ്കര, ഞാൻ പ്രവാചകന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. സദസ്സ് മുഴുവൻ എൻ്റെ കൂടെ ഇങ്ങനെ നിറക്കണ്ണുകളോടെ, ആര് പറഞ്ഞാലും കണ്ണു നിറയും. എൻ്റെ പ്രസംഗത്തിന്റെ കഴിവുകൊണ്ടൊന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളാണ്. നമ്മളെ അമ്മാനേക്കാളും ഉപ്പാനേക്കാളും സർവ്വതിനേക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ആളാണ് മുത്ത് റസൂലുള്ളാഹി. ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് സദസ്സിന്ന് ഒരു ചെറുപ്പക്കാരൻ മുന്നിക്ക് വന്നു. അയാൾ ഒരു കസേരയും പിടിച്ച് മുന്നിൽ നിന്നോടുകൂടെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി. അപ്പോഴാണ് അറിയണത്. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞ് മൗലവി ഞാനാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടോ എന്നൊന്നും പറയാനൊന്നും അയാൾ നിന്നില്ല, അയാൾ പോയി. ഞാൻ ചോദിച്ചു, അയാൾ ആരാ? അപ്പൊ പറഞ്ഞു, അയാൾ കുഞ്ഞിപ്പള്ളി ജാറം ലേലത്തിന് എടുത്തിട്ട് അവിടെ എറിയണ പൈസ ശേഖരിച്ച് അത് ഉപജീവനമാക്കിയ ആളാണ്, ഇന്ന് നമ്മളെ കൂടെയാണ്. സഹോദരന്മാരെ, ഇതെന്തിനാ പറഞ്ഞറിയോ, നിങ്ങൾ ആരെയും കളിയാക്കാനും വിഷമിപ്പിക്കാനൊന്നുമല്ല, നിങ്ങൾ കേൾക്കാലോ, നമുക്ക് കേൾക്കാലോ, കേൾക്കണേന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ സ്വീകരിക്കേണ്ട, വെറുതെ കേട്ടാ മതി, സ്വസ്ഥമായിട്ട് നിന്നിട്ട്, അല്ലെ, ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നിട്ട് കേൾക്കി. നോക്ക് നിങ്ങൾ, ഈ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടേമിൽ. എത്ര ആളുകൾ എനിക്ക് പറയാൻ പറ്റും, എത്ര ആളുകളെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇല്ലാത്ത, വഫാത്തായി പോയ മയ്യിത്ത് മണ്ണിലേക്ക് വെക്കും മുമ്പ് ഉയർന്ന തർക്കം എന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അദ്ദേഹത്തിന് ശേഷം ഇസ്ലാമിന്റെ ഭരണാധികാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ? പ്രവാചകൻ വഫാത്തായിട്ടില്ല എന്നുള്ള വാദം പറയുന്നത് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഇന്ന റിജാലം മിനൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവർ അവർ മുനാഫിഖുകളാണ്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതുപോലെ പ്രവാചകൻ പോയതാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിലുള്ള ഈ വാള് കൊണ്ട് നിങ്ങളുടെ കൈകാലുകൾ വെട്ടി നുറുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ പ്രവാചകന്റെ അരുമ ശിഷ്യനായ ഞാനായിരിക്കുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. പ്രവാചകന്റെ മുറ്റത്ത് ചരിത്രം കണ്ട ആദ്യത്തെ അപശബ്ദങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങളിലെ ആദ്യത്തെ ശബ്ദങ്ങളാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെ വന്നു നോക്കിയപ്പോ പ്രവാചകന് കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യന്റെ അടുത്തേക്ക് പോയതായിരുന്നു. ഭാര്യമാർക്കിടയിലുള്ള നീതി പാലിക്കലിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോ വാർത്ത കേട്ടു. കാതുകൾക്ക് കൈമാറിയ വാർത്ത കേട്ട് മണൽക്കാറ്റുകൾക്കിടയിലൂടെ കുതിച്ചെത്തുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത് പ്രവാചകന്റെ വീട്ടുമുറ്റത്ത് ബഹളമുണ്ടാക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രവാചകന്റെ തിരുനെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പ്രവാചകന് യാത്രാമംഗളങ്ങൾ നേർന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ശാന്തനാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഈ മുനാഫിഖുകളെ കൂട്ടത്തിൽപ്പെട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ അദ്ദേഹത്തെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പല്ലേ ഉച്ചത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ ഗുരുവായ പ്രവാചകൻ ആരാധിച്ചവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി പ്രപഞ്ചാതീതനായ രക്ഷിതാവ് പ്രപഞ്ചങ്ങൾക്കപ്പുറത്ത് ഏഴാനാകാശത്ത് സിംഹാസനൂഢനായിരിക്കുകയാണവൻ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എന്നിട്ടോ അദ്ദേഹം അതിന് തെളിവോതി. അപ്പോഴൊന്നും ശബ്ദം നിർത്താതിരുന്ന, പ്രസംഗത്തിലൊന്നും ശബ്ദം നിർത്താതിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ടപ്പോ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്താ അദ്ദേഹത്തിന്റെ ആയത്ത്? എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ ഖുർആനിലെ വചനം, ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ. റസൂലേ, അങ്ങ് വഫാത്താകും, അവരും വഫാത്താകും. മാത്രല്ല ബദറിൽ ഇറങ്ങിയ ആയത്ത് അദ്ദേഹം വീണ്ടും ഓതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെടുകയോ വഫാത്താവുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്നുള്ള ആയത്ത്. ഈ രണ്ടു ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്നുപോയി. ഇല്ലെങ്കിൽ ശരിക്ക് ഈ പ്രദേശത്ത് ഒരു സംഘടനയും കൂടി ഉണ്ടാകും. റസൂലുള്ള തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഒരു സംഘടന. സഹോദരന്മാരെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നാലായത്ത് ഓതി. എന്തിന്? തഫ്സീറുകൾ പഠിക്കണം, ഖുർആന്റെ അർത്ഥം പഠിക്കണം എന്നുള്ളതിന്. അതിന്റെ മുമ്പിൽ നമ്മൾ വിധേയപ്പെടണം. അതാ വിശ്വാസിയുടെ രീതി. എന്താ? വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനുഹും തഫീദു മിനദ് ദമഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. ഖുർആനിലെ സൂറത്തു മാഇദയിലെ 5-ാമത്തെ അധ്യായത്തിലെ 83-ാമത്തെ വചനമാണ്. അവർക്ക് ഖുർആനിലെ വചനം കേട്ടാൽ ഇത്രയും കാലം എന്താ വിശ്വസിച്ചതെന്നുള്ളത് പ്രശ്നമല്ല, മറിച്ച് അവര് പൂർണ്ണമായും ആ സത്യത്തിന് മുമ്പിൽ നിറക്കണ്ണുകളോടെ കീഴടങ്ങിയിട്ട് പറയും, പടച്ചോനെ വിശ്വസിച്ചിരിക്കുന്നു, ഇത്രയും കാലം കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമല്ല, ഇപ്പൊ കിട്ടിയല്ലോ. അതാ സ്വഹാബത്ത് ചെയ്തത്. പിന്നെ ഒരു തർക്കമല്ല, പ്രവാചകനെ മറവ് ചെയ്യുന്ന വിഷയങ്ങൾ ചർച്ച തുടങ്ങി. അപ്പൊ രണ്ടാമത്തെ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. എന്താ രണ്ടാമത്തെ തർക്കം? പ്രവാചകനെ അങ്ങ് മക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് ചില സ്വഹാബിമാർ അഭിപ്രായം പറഞ്ഞു. അല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകണമെന്ന് വേറെ ചിലർ അഭിപ്രായം പറഞ്ഞു. മദീനയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വിട്ടുതരില്ലെന്ന് അൻസാറുകളും പറഞ്ഞു. അതിന്റെ ഉത്തരം ആരാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ ഹദീസ് ഉദ്ധരിച്ചു. റസൂലുള്ളാഹിയിലേക്ക് മടക്കി. ആദ്യത്തേത് ഖുർആനിലേക്കാണ് മടക്കിയത്, രണ്ട് റസൂലുള്ളാഹിയിലേക്ക് മടക്കി, ഹദീസിലേക്ക് മടക്കി. എന്താ മടക്കിയത്? നഹ്നു മഹ്ശറൽ അംബിയാ നുദ്ഫനു ഹൈതു നുഖ്ബൽ. ഞങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ഞങ്ങൾ എവിടെ വെച്ചാണോ റൂഹ് പിടിച്ചത് അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാ റൂമിന്റെ ഉള്ളിലായത്. കട്ടിലിങ്ങോട്ട് മാറ്റി ലഹദെടുത്തു, അവിടെ മറവ് ചെയ്തു. രണ്ടാമത്തെ ഒരു കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ ഖബർ ആളുകൾ ആരാധിക്കോ എന്നത് ഭയന്നിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്തത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ തർക്കം തീർന്നു. വാശി പിടിച്ച ആൾക്കാർക്കൊന്നും പിന്നെ ഒന്നും പറയല്ല. ഇനി തർക്കം തീരാൻ ബുദ്ധിമുട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. പ്രവാചകന് ശേഷം ആരാകണം ഭരണാധികാരി? വഫാത്തായ പ്രവാചകന്റെ
മയ്യത്ത് എടുക്കണതിന് മുമ്പാട്ടോ ഈ തർക്കം. നേരെ പ്രവാചകനോട് ചോദിച്ചാൽ കിട്ടുമെങ്കിൽ നബിയെ ഞങ്ങളിൽ ആരാണ് നബി ആകേണ്ടതെന്ന് ചോദിച്ചാൽ മതിയല്ലോ. പല പല അത്ഭുതങ്ങളും കാണിക്കണ പല ഔലിയാക്കളും ഉണ്ട് അല്ലെ. CM-ന്റെ പേരിൽ നടത്തുന്ന കുറെ വ്യാഖ്യാന കസർത്തുകളുണ്ട്. ഉപരി കാണിക്കുന്ന മഹാ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് നീച്ചിരുന്നിട്ട് നേരെ പോയിട്ട് ജയിലിൽ പോയിട്ട് ആൾക്കാരുടെ മോചിപ്പിക്കുകയൊക്കെ ചെയ്യും. സൗദി അറേബ്യ പോയിട്ട് ജയിലിൽ കിടക്കുന്ന ആളെ മോചിപ്പിച്ചിട്ട് പിന്നാണ് കാണാതാവും. അടിച്ചു വിടാണ് സുഹൃത്തുക്കളെ. കാരണം നിങ്ങളാരും ഖുറാൻ പഠിക്കണില്ല എന്നുള്ള ധൈര്യമാണ് ഇവർക്ക്. ഖുറാനും ഹദീസും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു ചോദിച്ചു തുടങ്ങും. തിരിച്ചു ചോദിച്ചാൽ അന്ന് നിങ്ങളെ പേര് വഹാബി എന്നാണ്. അന്ന് നിങ്ങൾക്ക് പേര് വീണു നിങ്ങൾ വഹാബിയാണ്. കുറച്ച് ദിവസമൊക്കെ ഉരുണ്ട കണ്ണുകൾ ഉണ്ടാകും, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകും. പിന്നെ ജുമാ ഖുത്ബക്കൊക്കെ പോയി ഇങ്ങനെ നിങ്ങൾ കുറെ നന്മകൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു അയലോകക്കാരനാകും, നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാകും അല്ലെ. അപ്പോ ജനത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ തർക്കം? അൻസാറുകൾ യോഗം കൂടി അവരുടെ കൂട്ടത്തിൽ ഒരാളെ നേതാവായി തിരഞ്ഞെടുത്തു. അവിടേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽഇമതു മിൻ ഖുറൈശ്, നേതൃത്വം വരേണ്ടത് ഖുറൈശികളിൽ നിന്നാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? ഉടനെ ആ തെരഞ്ഞെടുത്ത നേതാവില്ലേ അദ്ദേഹം പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും അർഹൻ, നിങ്ങളാണ് ദീനിന്റെ കാര്യത്തിൽ വഫാത്താണിന് റസൂൽ ഞങ്ങൾക്ക് മാതൃക കാണിച്ചെന്ന്. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെയാണ് പള്ളിയിൽ ഇമാമാക്കിയത്, അതുകൊണ്ട് ദുന്യാവിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഇത് കേട്ടതും തെരഞ്ഞെടുത്ത നേതാവാണ് ആദ്യം ബൈഅത്ത് ചെയ്തത്. വിഷയം തീർന്നു. ഒരു തർക്കം ഉണ്ടായില്ല, ഒരു യുദ്ധം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ സഹോദരന്മാരെ, ഇത് നമുക്ക് കിട്ടേണ്ടത് എന്താ? നമുക്ക് വല്ല തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കത്തെ നമ്മൾ എങ്ങോട്ട് മടക്കണം? ഖുറാനിലേക്കും ഹദീസിലേക്കും മടക്കണം. അപ്പൊ ഒരു വിഷയം എന്താ അറിയോ? എല്ലാവരും ഓതുന്നത് ആയത്തല്ലേ, എല്ലാവരും ഓതുന്നത് ഹദീസല്ലേ, ഞങ്ങളാകെ കൺഫ്യൂഷൻ ആകണമെന്നാണ്. നിങ്ങളൊരു കൺഫ്യൂഷനും ആകണ്ട, ഒരു കൺഫ്യൂഷനും ആകണ്ട. കാരണം എന്താ അറിയോ? ഖുർആന് ആയത്ത് തെളിവായിട്ട് ഉദ്ധരിക്കുമ്പോ ആ ആയത്ത് ആദ്യം ഇറങ്ങിയത് ആർക്കാ? ആ ആയത്ത് ആദ്യം ഇറങ്ങിയത് മക്കത്ത് പ്രവാചകനും സ്വഹാബത്തിനാണല്ലോ, മദീനത്ത് പ്രവാചകനും സ്വഹാബത്തിനാണല്ലോ. അതിൽ നിന്ന് അവരങ്ങനെ ഒരു ദീന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. നമ്മളോട് ആര് തെളിവ് ധരിച്ചാലും ചോദിക്കണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവുണ്ടെന്ന് ഒരാൾ പറയാം. ഈ തെളിവ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്വഹാബി പ്രാർത്ഥിച്ചു, പ്രവാചകൻ എപ്പോ പ്രാർത്ഥിച്ചു എന്നോ ഒറ്റ ചോദ്യം ചോദിച്ചാൽ തീരുന്ന കേസുള്ളൂ, ഒരു വിഷയമല്ല. പിന്നെ അടുത്തൊരു സംശയം എന്താ അറിയോ? നമ്മൾ ഈ ഖുർആനും സുന്നത്തും ഹദീസൊക്കെ കൂടെ പഠിച്ചിട്ട് നമുക്ക് സത്യം കിട്ടുമോ? രാത്രിയിൽ തഹജ്ജുദിന് നിൽക്കുമ്പോൾ പ്രവാചകൻ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകാഈല വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഫഹ്ദിനി ഫീമാ ഖ്തലിഫ്തു ഫീഹി മിനൽ ഹഖ്. അതിന്റെ അർത്ഥം, ജിബ്രീലിന്റെ റബ്ബേ, മീകായിലിന്റെ റബ്ബേ, അല്ലാഹുവേ പടച്ചോനെ, ഞാൻ തർക്കത്തിലായൊരു വിഷയമുണ്ട്, അതിലെനിക്ക് നീ വഴി കാണിച്ചു തരണേന്ന് നിങ്ങൾ കണ്ണ് നനച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, പടച്ചോൻ വഴി കാണിച്ചു തരും. നമ്മൾ അങ്ങനെ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാ വിഷയം. ഇനി ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയുന്ന ചില സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരെ കുറിച്ച് നിങ്ങളോട് പറയാം. പലപ്പോഴും എന്റെ ഇതുപോലത്തെ ഈ ഒരു പോയിന്റ് പറയുമ്പോഴൊക്കെ എന്റെ സ്പീച്ചിൽ ഞാൻ പറയാറുണ്ട്, ഒരു പെൺകുട്ടി, അവരെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ആ ക്രിസ്ത്യൻ തന്റെ കൂട്ടുകാരിയായ ഹിന്ദു പെൺകുട്ടിയോട് ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് സംസാരിക്കുക. ക്രിസ്ത്യാനിറ്റി ഭയങ്കര സംഭവമാണ്, ഹിന്ദുയിസത്തില് ഒരുപാട് ദൈവങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ്. ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ പൊതുവെ അവരുടെ മതം ചർച്ച ചെയ്യും. അപ്പൊ ഈ ഹിന്ദു പെൺകുട്ടി അവരിങ്ങനെ തിരിച്ച് ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയോട് ചോദിച്ചു, എന്നാ മുസ്ലിങ്ങളെ നോക്ക്, നിങ്ങൾക്കുണ്ടല്ലോ 3 ദൈവം, മുസ്ലിങ്ങൾക്ക് ആകെ ഒറ്റ ദൈവമുള്ളൂ. ഇത് അവരെ മനസ്സിൽ വല്ലായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അവര് നേരെ ഖുറാൻ ഡൗൺലോഡ് ചെയ്തത് വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോകുന്നു. ബഖറ എന്ന് കണ്ടപ്പോൾ പശു ബൈബിളിലുണ്ട്. ഇങ്ങനെ കുറെ ഇങ്ങനെ ആവേശത്തോടെ വായിച്ച്, ഞാൻ നേരത്തെ ഓതിയ സൂറത്തു മായിദയിലെ 83-ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോ ഈ പെൺകുട്ടി അവരെ കണ്ണിങ്ങനെ നിറയണത് ശ്രദ്ധിച്ചു. അവർക്ക് സത്യം ബോധ്യപ്പെടുമ്പോൾ കണ്ണ് നിറയുന്നതാണ് അതിലുള്ളത്. ഉടനെ അവരെന്ത് ചെയ്തു അറിയോ? ഒരാളും ഒരിടത്തേക്ക് പോയിട്ടില്ല, ഒരു ലവ് ജിഹാദും ഇല്ല. നേരെ ഗൂഗിളിൽ കയറിയിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കാന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ ഗൂഗിൾ പറഞ്ഞെടുത്തു, ഇസ്ലാം സ്വീകരിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞാൽ മതി. അവരത് ആ ടെക്സ്റ്റ് ഇങ്ങനെ ASH അഷ്ഹദു, അറബി വായിക്കാൻ അറിയില്ലല്ലോ, അവിടുന്ന് ഇങ്ങനെ വായിച്ചിട്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവർ ചോദിച്ചു, ഒരു മുസ്ലിം ആദ്യമായിട്ട് ചെയ്യേണ്ട എന്താണ്? അപ്പൊ ഗൂഗിൾ പറഞ്ഞെടുത്ത് 5 വക്ത് നിസ്കരിക്കണം. അപ്പൊ അവർ ചോദിച്ചു, നിസ്കരിക്കുക എങ്ങനെ? അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ അവർക്ക് കിട്ടി. അത് കണ്ടവര് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവർ അമ്മക്ക് ഇങ്ങനെ കത്തെഴുതി, അമ്മേ, നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല അമ്മയെ കാര്യങ്ങൾ,
ഞാൻ ഖുറാനിൽ യേശു ക്രിസ്തുവിനെ കണ്ടു അമ്മേ. ഞാൻ വീഞ്ഞ് കൈയിട്ട് വർദ്ധിപ്പിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ഒന്നാം അത്ഭുതം ബൈബിളിലെങ്കിൽ, അമ്മേ ഞാൻ കണ്ട കുഞ്ഞേശു തൊട്ടിലിൽ കടന്ന് സ്വന്തം മാതാവിന്റെ ചാരിത്രത്തിന് വേണ്ടി സംസാരിക്കുന്ന, അവർ വ്യഭിചാരിണിയല്ലെന്ന് തെളിയിക്കുന്ന ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ. അതാണ് അമ്മേ, അതെന്റെ ഹൃദയത്തെ വല്ലാതെ കുളിർത്തു അമ്മേ. പിന്നെ അവൾ എഴുതി, അമ്മക്ക് ഇങ്ങനെ കത്തെഴുതിക്കൊണ്ടിരുന്നു. അമ്മേ, അങ്കിൾ ചൊല്ലിത്തന്ന ഇംഗ്ലീഷിലെ കാവ്യങ്ങൾ മനോഹരമായി കുരിശിന് മുന്നിൽ ഇങ്ങനെ കൈ ഉയർത്തി നിന്ന് ഞാൻ ചൊല്ലുമ്പോൾ കിട്ടാത്തൊരാനന്ദം നെറ്റി ഇങ്ങനെ മണ്ണിൽ വെച്ച് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കിടക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട് അമ്മേ. ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അത് മൊത്തം ക്രോഡീകരിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഇറക്കിയ പുസ്തകമാണ് എന്റെ പ്രിയപ്പെട്ട മമ്മിക്ക് നിറണ പുസ്തകം. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, അവരിന്ന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കുന്നു. അവരുടെ അമ്മയും എല്ലാവരും അവരോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം വിഭാവന ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെ അവർ ജീവിക്കുകയാണ്. അമ്മനെ വയസ്സാം കാലത്ത് അവരാണ് പരിരക്ഷിക്കുന്നത്. എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ, അല്ലെ? ഞാൻ ചോദിക്കണത്, മദ്രസയിൽ പോയി ഒന്നും പഠിച്ചിട്ടില്ല, സത്യം ബോധ്യപ്പെടാൻ നമ്മുടെ അന്വേഷണങ്ങൾ മാത്രം മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രമാണത്തിലേക്ക് മടക്കിയ ഒക്കെ തീരുമെങ്കിൽ ഞാൻ ഒരു പോയിന്റും കൂടി എടുക്കുകയാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവോടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതല്ല മമ്പറം ജാറത്തേക്ക് പോകാൻ പറ്റുമോ? മാലിക് ദിനാർ അള്ളാഹുവിന്റെ ജാറത്തേക്ക്, മാലിക് ദിനാർ അള്ളാഹുവിന്റെ ജാറാണെന്ന് പറഞ്ഞിടത്തേക്ക് പോകാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഏലസ് കെട്ടാൻ പറ്റുമോ? ഇതൊക്കെ പരിശോധിച്ചാൽ കിട്ടും സുഹൃത്തുക്കളെ. ഞാൻ എന്റെ വക ഒന്നും പറയണില്ല. ആയത്ത് നമ്പറുകൾ ഇട്ടോളി, ആയത്ത് ഓതിത്തരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താണ് നോക്കൂ നിങ്ങൾ, നമ്മള് വിശുദ്ധ ഖുർആനിൽ നമ്മൾ 17 തവണ എടുക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ഒരു 20 സെക്കൻഡ് ഞാൻ ഇടുകയാണ്, എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താ പറയണത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ പടച്ചോൻ തിരിച്ചും പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പടച്ചോൻ തിരിച്ചു പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു പറയുമ്പോൾ തിരിച്ചു പറയുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുമ്പോൾ തിരിച്ചു പറയുന്നുണ്ട്. ഹദീസിലുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഒരു ഫീലിംഗും ഇല്ലാത്ത എന്താ? ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കണില്ല. ഒരാളൊരു സുജൂദ് കിടക്കുമ്പോൾ ഒരു നന്മ കിട്ടുന്നുണ്ട്, ഒരു തിന്മ മായ്ക്കുന്നുണ്ട്, ഒരു പദവി ഉയരുന്നുണ്ട്, അള്ളാഹുവോട് അടുക്കുന്നുണ്ട്, സ്വർഗം കിട്ടാനുള്ള കാരണമാകുന്നുണ്ട്. ജീവിതത്തിൽ ആയിരക്കണക്കിന് സുജൂദ് ചെയ്തതിൽ ഏതെങ്കിലും ഒരു സുജൂദിൽ ഇങ്ങനെ ഓർത്ത് സുജൂദ് ചെയ്യാൻ പറ്റിയ എത്ര ആളുണ്ട്? കോടിക്കണക്കിന് മുസ്ലിങ്ങളിൽ. അതന്നെ നമ്മളെ പ്രശ്നം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു, വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായതേട്ടം നടത്തുന്നു. എത്ര മനോഹരാണ്. നിങ്ങൾ മുജാഹിദ് പരിഭാഷ നോക്കണ്ട, സൂറത്തു ഫാത്തിഹയിലെ ഈ വചനത്തിന് 5-ാമത്തെ ആയത്തിന് നിങ്ങൾ പരിഭാഷ നോക്കേണ്ടത് വലിയ കാലിമ്പിച്ചിക്കോ എന്നകൾ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, KV കൂറ്റനാട് മുസ്ലിയാർ തുടങ്ങിയ അങ്ങനത്തെ ആളുകളുടേതാണ്. അപ്പൊ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായതേട്ടം നടത്തുള്ളൂ എന്ന് 17 തവണ നെഞ്ചത്തോ വയറ്റത്തോ അല്ലെങ്കിൽ കൈകെട്ടാതെയോ ഇങ്ങനെയൊക്കെ ഉണ്ട്. പുക്കിളിന്റെ താഴെയൊക്കെ ഉണ്ട്, അല്ലെ? കൈകെട്ട് നെഞ്ചിലുണ്ട്, വയറ്റത്തുണ്ട്, പുക്കളുടെ താഴുണ്ട്, കൈകെട്ടാതുണ്ട്. 4 മദ്ഹബിൽ 4 കോലത്തിൽ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ, ഈ പ്രതിജ്ഞ എടുക്കുന്ന ആളുകളിൽ സുഹൃത്തുക്കളെ, ഒരു പ്രശ്നം വരുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ വേറൊരിടത്തേക്ക് പായ? അപ്പൊ നമ്മളിതിങ്ങനെ ഉദ്ധരിച്ചപ്പോ വേറെ ഒരു ഉസ്താദിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, എന്താ പേര് എനിക്ക് അറിയറ്റല്ല, നിങ്ങൾക്ക് വിഷമാകരുത്. ഞാനൊരു വാക്ക് പറഞ്ഞ് ഏറിയിട്ട് നിങ്ങൾക്ക് എന്നോട് പിണങ്ങേണ്ടി വരരുത്. കാരണം എനിക്ക് കുറ്റം കിട്ടും, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കാൻ ഇത്ര ശാന്തമായി പരിസരത്ത് നിൽക്കുന്ന കേൾക്കുന്ന മനുഷ്യന്മാരെ പരിഹസിക്കും കളിയാക്കും ചെയ്ത കുറ്റം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് ഇബാദത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ഉസ്താദ് എന്താ ചെയ്തറിയോ? ഇതിലെ മാത്രം എടുത്തൊഴിവാക്കി ഇയ്യാക നഅ്ബുദു, നിന്നെ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായതേട്ടം നടത്തുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, മാത്രങ്ങൾ കട്ടതാണോ അതല്ല വിട്ടതാണോ? പറയണം. കാരണം KVന്റെ പരിഭാഷയിലുണ്ട്, വലിയ കാലിമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയിലുണ്ട്, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാന്റെ പരിഭാഷയിലുണ്ട്. ഇതെന്തിനാ ഞാൻ പറയണറിയോ? മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഖുറാനിലെ ഹദീസിലെ അട്ടിമറി നടത്തുന്നവരാണെന്ന് ഉസ്താദ്മാർ വെടിവെച്ചു പോകും. ഞങ്ങൾ തെളിവാ പറയണേ. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അതിന്റെ രേഖ നിങ്ങൾക്ക് തരും, വാട്സപ്പ് കിട്ടും. ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചാൽ മതി. എന്നിട്ട് ഉസ്താദ് എഴുതി വെച്ചു, മാത്രം എന്ന് എഴുതുമ്പോൾ അത് ദുർവ്യാഖ്യാനമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, KV ദുർവ്യാഖ്യാനം നടത്തിയോ? പൂക്കോയത്തങ്ങൾ അവതാരിക എഴുതിയ പരിഭാഷ ഉണ്ട്. അപ്പൊ പൂക്കോയത്തങ്ങൾ പിന്നെ ദുർവ്യാഖ്യാനം നടത്തിയോ?
അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി അദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തിയോ? അത് അതിരുവിട്ട വാദാണ്. അപ്പോ സ്വന്തം വാദം തെളിയിക്കാൻ സഹോദരന്മാരെ, സൂറത്തു ഫാത്തിഹയിലെ ഖുർആനിൽ തൗഹീദിന്റെ 1-ാമത്തെ ആയത്ത് അട്ടിമറി നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ മുജാഹിദുകളെ പ്രതിരോധിക്കുന്ന ഇരു സമസ്തകളും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മള് അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കൂന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. ഇനി അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന വിശ്വാസികൾക്ക് പടച്ചോൻ കൊടുത്ത വാഗ്ദാനം എന്താ? സൂറത്തു ബഖറന്റെ 156, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫലസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഇങ്ങനെ ആയത്ത് നിങ്ങൾ എത്ര വട്ടം ഖത്തം തീർത്തിട്ടുണ്ടാകും, പക്ഷെ ആയത്തെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്താ? വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ നബി അങ്ങ് പറയുക, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഉജീബു ദഅവതദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, ഫലസ്തജീബൂ ലി, അവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, വൽയുമിനൂ ബി, അവരെന്നെ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർക്ക് നേർമാർഗം ലഭിച്ചേക്കാം. ആയത്തിന്റെ അർത്ഥത്തിൽ ഞാൻ എന്തെങ്കിലും വാക്കിലെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? മലയാള പദത്തിലെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉസ്താദുമാരെ പരിഭാഷ എടുത്ത് വായിക്ക്. ഉസ്താദുമാരെ നിങ്ങൾക്ക് പരിഭാഷ വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിന്റെ ഒക്കെ കോപ്പി ഞങ്ങളെ സുഹൃത്തുക്കൾ എടുത്തിട്ടുണ്ടാവും, ഒരു തരും. നിങ്ങളൊന്ന് പരിശോധിക്കും. കാരണം എന്താ അറിയോ? റൂഹ് തൊണ്ടയിലെത്തുമ്പോ ഫിറൗനും പറഞ്ഞിട്ടുണ്ട്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസാന്റെ ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട്. മരിക്കണ നേരത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ചു പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. ഷഹാദത്ത് കലിമ ചൊല്ലിയതോട്ട് മാത്രം ആയില്ല, ജീവിതത്തിൽ ആ നിലപാടുണ്ടാകണം. ഫിറൗൻ ചൊല്ലിയില്ലേ മരിക്കണതിന് തൊട്ടു മുമ്പ്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് ചൊല്ലി. അപ്പൊ ഷഹാദത്ത് കലിമയുടെ വാക്കും ശബ്ദവും മാത്രം പോരാ, ജീവിതത്തിൽ ആ നിലപാടുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ വീണ്ടും ഓഫർ തരികയാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ഗാഫിറിന്റെ വിശുദ്ധ ഖുർആന്റെ സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ വചനം, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ആരാധിക്കാതെ പ്രാർത്ഥിക്കാതെ ധിക്കാരികളായി പോകുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും. അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും ഉദ്ധരിക്കാല്ല. ആയത്ത് ഇങ്ങനെ ഓതും ഞാൻ കേട്ടോ. 3-ാമത്തെ ആയത്ത് ഞാൻ ഓതി. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, പാപികളായ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ പടച്ചോൻ പ്രാർത്ഥന കേൾക്കുമോ? ഞാൻ ഒരുപാട് വേണ്ടാത്ത ചെയ്ത ആളാ, ഒരുപാട് തോന്നിവാസം ചെയ്ത ആളാണ്. സ്വകാര്യ ജീവിതത്തിലുണ്ട്, പരസ്യ ജീവിതത്തിലുണ്ട്, സാമ്പത്തിക ജീവിതത്തിലുണ്ട്, പലയിടത്തുണ്ട്. എനിക്ക് പല വീഴ്ചയും പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? മാല മൗലൂദുകളിൽ നിന്ന് ആൾക്കാർ പഠിച്ചൊരു കാര്യമാണത്. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. അങ്ങനെ പാടുന്ന ആൾക്കാർ എന്തുമാത്രം അപകടകരമായ വാക്കാണ് പറയുന്നത്. പാപത്തിന്റെ വാഹനത്തിൽ കയറിയിരിക്കുന്നു നബിയെ, അതുകൊണ്ട് അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കാണ്. ഖുർആൻ പറഞ്ഞത് അതാണോ? പാപത്തിന്റെ വാഹനത്തിൽ കയറിയവർ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ആവലാതി ബോധിപ്പിക്കട്ടെ എന്നതിന് ആയത്തോതൂ, തെളിവ് പറയൂ, ആയത്തുദ്ധരിക്കൂ, അധ്യായം പറയൂ, കാണിച്ചു തരൂ. അതല്ലേ വേണ്ടത്. ഞങ്ങൾ തിരിച്ചു പറയാ. സൂറത്തു സുമർ 39-ാമത്തെ അധ്യായം അതിൽ 53-ാമത്തെ വചനം ഖുർആൻ പറയാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, സ്വന്തത്തോട് അതിക്രമം ചെയ്ത മനുഷ്യരോട് അങ്ങ് പറയണം നബിയെ, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാര്യ ഒരു വർഷം മാത്രം, വയസ്സ് മാത്രം പ്രായം കുട്ടിക്കായപ്പോ, രണ്ടാമത്തൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോ രണ്ടാളും കൂടിയാലോചിച്ച് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം പൊറുക്കുന്ന, പ്രായശ്ചിത്തത്തിലൂടെ മാത്രം പൊറുക്കുന്ന പാപം ചെയ്തിട്ടുണ്ട്. പലരെയും ആക്ഷേപിച്ചിട്ടുണ്ട്. വാപ്പിയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നോക്കേണ്ട വിധം നോക്കിയിട്ടില്ല. പലപ്പോഴും ജാഹിലിയത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറ്റങ്ങൾ ചെയ്ത മനുഷ്യരോടങ്ങ് പറയുക നബിയെ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്ന റബ്ബ് എന്ന് അവനോട് നിങ്ങൾ പറയുക മനുഷ്യരെ.
അപ്പോ ആ റബ്ബ് നമുക്ക് അവനോട് അടുത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റും. ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ സൂറത്തു ഖാഫിന്റെ 50-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? വഖാല റബ്ബ്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഇതാണ്: നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഏറ്റവും സമീപസ്ഥനാണ്, അവൻ നിങ്ങളുടെ കണ്ടനാടിയോളം അടുത്തുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ എനിക്ക് ശരിക്കറിയാം. മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ വിചാരങ്ങളും എനിക്കറിയാം. കുട്ടി ആക്സിഡന്റ് ആയി എന്ന് കേൾക്കണം. മോൻ വരുന്ന വണ്ടി ഇടിച്ചു, ഒരു ടിപ്പർ ലോറിക്ക് ഇടിച്ചു എന്ന് അറിഞ്ഞിട്ട് പിന്നെ കാസർഗോഡ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എനിക്കറിയാം. 18 വർഷമായി വാട്ടർ ബെഡിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടച്ചാ, പിന്നെ മരണം കാത്ത് കിടക്കുകയാണ്. പാമ്പേഴ്സിലേക്കാണ് മലോമൂത്രമൊക്കെ വരുന്നത്. ആ മനുഷ്യന്റെ മനസ്സ് എനിക്കറിയാം. മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി താൻ കണ്ടെത്തിയ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച്, മോനെ ഞാൻ എന്റെ മോളെ നിനക്ക് ഏൽപ്പിച്ചു തരാട്ടോ എന്ന് പറയുമ്പോ ആ വാപ്പാന്റെ മനസ്സ് ഏറ്റെടുക്കണ ചെറുപ്പക്കാരന്റെ മനസ്സ് എനിക്കറിയാം. ഭാര്യ തന്റെ 4-ാമത്തെ സിസേറിയന് വേണ്ടി 5-ാമത്തെ സിസേറിയന് വേണ്ടി ഇങ്ങനെ ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡെസ്കിൽ ഇങ്ങനെ മലർന്ന് കിടന്നു കൊടുക്കുകയാണ് എന്നാലോചിച്ച് പുറത്ത് കാത്തു നിൽക്കുന്ന ഭർത്താവിന്റെ നെഞ്ചിൻ കൂട്ടിന്റെ നൊമ്പരങ്ങൾ അത് റബ്ബിനറിയാം. നിങ്ങൾ എന്നോട് പറഞ്ഞു എന്നാണ്, ഞാനത് കേൾക്കുന്നതാണ്. 18-കാരിയുടെ കല്യാണ പന്തലിൽ ആ കല്യാണത്തിന് നേതൃത്വം നൽകുന്ന ആ മനുഷ്യൻ, അയാളുടെ മനസ്സറിയാ. കാരണം 40 വയസ്സുള്ള മോള് വിവാഹം കാത്ത് ഈ പന്തലിൽ തന്നെ അവളിങ്ങനെ ഇതിന്റെ കല്യാണ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ആ ബാപ്പാന്റെ മനസ്സ് എനിക്കറിയാം. അങ്ങനെ ലോകത്താർക്കും അറിയില്ല സുഹൃത്തുക്കളെ, അങ്ങനെ ലോകത്താർക്കും അറിയില്ല. ആ റബ്ബാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയാം, സൂറത്തു നംലിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ 62-ൽ പറയണം, അമ്മയുജീബുൽ മുഫ്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. വിഷമകരമായ ഘട്ടത്തിൽ എത്തിപ്പെട്ട വ്യക്തിക്ക് ആശ്വാസം നൽകുന്ന റബ്ബില്ലേ? പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്ക് ആശ്വാസം നൽകുന്ന ആ റബ്ബ് ആരാണ്? അവൻ അല്ലാഹു മാത്രമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിന്റെ 107-ൽ ഖുർആൻ വീണ്ടും പറയാണ്, നിനക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം നിന്റെ റബ്ബിനല്ലാതെ വേറെ ആർക്കും പരിഹരിച്ചു തരാൻ പറ്റുകയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരെ, എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ പോയി. ഞാൻ അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹത്തിന് വേണ്ടി എന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോ റമദാനിൽ ഒരു ക്ലാസ്സിൽ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചതറിഞ്ഞ് എന്നെ വിളിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായപ്പോ പറഞ്ഞ വാക്കിതായിരുന്നു, എന്റെ മോന് രാത്രി ഒന്ന് ഉറങ്ങിക്കിട്ടിയാ മതി മൗലവി, അതിനു വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ തന്നെ പോണ്ടതാ. പക്ഷെ ഒരു ജനാസി പങ്കെടുക്കാൻ പോവുകയായിരുന്നു. അടുത്ത ദിവസം ആ പ്രദേശത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നതിൽ പോയി കണ്ടു. എന്താ അറിയോ, അദ്ദേഹത്തിന്റെ മോന് ഓട്ടിസാണ്. ആ കുട്ടി ഇങ്ങനെ നമ്മൾ മാങ്ങ കടിച്ചെടുക്കണ പോലെ കയ്യണ് കടിച്ച് പറിക്കും. അതിന്റെ ഫോട്ടോ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അസുഖം കൊണ്ട് ഇളകിയ തല പോയിട്ട് ചുമരിലിടിക്കും. അവൻ ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടീനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നും എൻ്റെ ഫോണിൽ ഓഡിയോ ഉണ്ട്. ഞാനിത് എൻ്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞപ്പോ ഒരു വലിയ മനുഷ്യൻ, ഷാർജയിൽ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, മൗലവി ആ കുട്ടിന്റെ ചികിത്സകളൊക്കെ ഞാനാണ് തരാം. അങ്ങനെയുണ്ട് ചില ആൾക്കാർ കേട്ടോ. അദ്ദേഹം പൈസ അയച്ചത് പറയാൻ വേണ്ടി ഒന്ന് വോയിസ് ഇട്ടപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, മോനൊന്ന് ഉറങ്ങണം മൗലവി. കുട്ടി ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് കുട്ടിയൊന്ന് ഉറങ്ങണം. ഉറങ്ങുമ്പോഴേ ഇവർക്ക് വിശ്രമിക്കാൻ പറ്റുള്ളൂ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരിക്കുക. വീട് കണ്ടാണ്ടല്ലോ ഈ പറയണ മരുന്നിന്റെ പൈസ ഒരിക്കലും വാങ്ങാൻ അർഹനല്ലാന്ന് തോന്നും. കാരണം നല്ല സമ്പന്നനായിരുന്നു. ഒരു 3-ാമത്തെ കുട്ടിക്ക് 1 വയസ്സായപ്പോ തുടങ്ങിയ അസുഖം. ഓരോ ഷോപ്പുകൾ വിറ്റ് അവസാനമൊക്കെ തീർന്ന് ജനങ്ങളെ മുന്നിൽ. ഇനിയോ ആ മനുഷ്യന്റെ സുഹൃത്തുക്കളെ ഒരു സർജറി ഉണ്ട്, 5.5 ലക്ഷം റുപ്യ വേണം. എന്റെ സ്പീച്ച് കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പറ്റണവരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സർജറിയിലേക്ക് കുറച്ചുകൂടി പൈസ നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി കളി കേട്ടോളി, ഒരു മോനുണ്ട് ഗൾഫിൽ, പേപ്പറൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ കഴിയാതെ കുടുങ്ങിക്കാണ്. പരീക്ഷണം എന്നാലോചിച്ച് നോക്ക്.
പക്ഷെ ഒരേല സൈക്കിളിൽ മൂപ്പരെടുത്തുണ്ടാവില്ല. കാരണം എന്താ അറിയോ? പടച്ചോനറിയാം, പടച്ചോനെ. വിഷമം വരുന്ന ഒരു വിശ്വാസി ഓർത്തു വെക്കേണ്ട ചില ഹദീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാം. അപ്പൊ എന്തെങ്കിലും അറിയോ, നമുക്കൊരു ജാറും വേണ്ടില്ല. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും മുജാഹിദീങ്ങൾക്കൊന്നും വിഷമമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ജാറത്തിങ്ങളും മക്കാമിലൊന്നും പോകാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തൗഹീദുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. എന്നാൽ മുജാഹിദുകൾ അങ്ങനെ പോകാത്തിന്റെ കാരണം എന്താ അറിയോ? മുജാഹിദുകൾ അങ്ങനെ പോകാത്തിന്റെ കാരണം, ഇങ്ങനെ ഓരോ പരീക്ഷണവും വരുമ്പോ വിശ്വാസി അതിനെ വിചാരിക്കേണ്ടത് മയുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹുസ്നിൻ വല അദാ വല ഗമ്മിൻ ഹത്ത ശൗകതു യശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരാൾക്കൊരു വിഷമം വരുന്നില്ല, ഒരു ദുഃഖം സംഭവിക്കണില്ല, ഒരു മനോവേദന ഉണ്ടാകണില്ല, ഒരു ദുരിതം വരുന്നില്ല, ഇതൊന്നും സംഭവിക്കണില്ല, ഒരു മുള്ളുപോലും അയാളുടെ കാലിൽ കുത്തണില്ല. അത് ക്ഷമിക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അയാളെ പാപം പുറത്തു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്ത് കഴിഞ്ഞ 19 കൊല്ലം വീട്ടിൽ അടക്കപ്പെട്ടിരിക്കണം. തിരക്ക് എന്നൊക്കെ പറഞ്ഞതാ. ചില ആളുകൾ ദഅവത്തിന് വിളിച്ചാല്, മീറ്റിങ്ങിന് വിളിച്ചാല്, പരിപാടിക്ക് വിളിച്ചാല്, ദീനിയായ കാര്യങ്ങൾക്ക് വിളിച്ചാല് ചില ആളുകൾ തിരക്ക് പറയും അല്ലേ? ചില ആൾക്കാർ തിരക്ക് പറയും. തിരക്ക് നമ്മൾ പറയണമെന്നല്ല, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഷോപ്പ് ഷട്ടർ അടച്ചാൽ തിരക്ക് തീർന്ന് അല്ലേ? പരമാവധി അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒന്ന് കുറച്ച് നാല് കസ്റ്റമേഴ്സ് ചിലപ്പോ ദേഷ്യം പിടിക്കും. എന്നാലോ ഈ തിരക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല. അടുത്ത മാസത്തെ മരുന്നിന്റെ പൈസ എവിടുന്നാ കിട്ടാന്ന് ആലോചിച്ചിരിക്കണം. അപ്പൊ അത് ക്ഷമിക്കാനായിട്ടുള്ള പ്രേരണ എന്താണ്? ഒരു മുള്ളു കുത്തിയാൽ വരെ എനിക്കതിന്റെ കൂലി ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. മുസൽമാൻ ഹദീസിൽ കാണാം, മബ്തലല്ലാഹു അബ്ദൻ ബിബലാഇൻ, ഒരു വ്യക്തിയെ അള്ളാഹു പരീക്ഷിക്കുന്നു, അവൻ ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു വഴിയിൽ അവനൊരു പരീക്ഷണം കിട്ടുകയാണ്. അപ്രതീക്ഷിതമായൊരു പരീക്ഷണം വരിക. 32 കൊല്ലം കണ്ണുണ്ടായിട്ട് 32ാമത്തെ കൊല്ലം കണ്ണ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ പീസ് റേഡിയോയിൽ, നമ്മുടെ ഒരു സംവിധാനമാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് നന്മകൾ പഠിക്കാൻ പറ്റിയ വികൃതി കുട്ടിനെ എങ്ങനെ മാനേജ് ചെയ്യണം, മക്കളെ വളർച്ചയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഖുർആൻ പഠനം ഒക്കെ എല്ലാം ഒരു സ്പേസ് കിട്ടുന്ന സംഭവമാണ് പീസ് റേഡിയോ. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിൽ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. രാവിലെ ഉണർന്നിട്ട് അദ്ദേഹം ഭാര്യയോട് ചോദിക്കുക, എന്താ നേരം വെളുക്കാത്തു? ഉണ്ടായി വെക്കണി മനുഷ്യ, നേരം വെളുക്കും വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇയാൾ ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ തപ്പടാണ്ടപ്പോൾ ഭാര്യക്ക് മനസ്സിലായി അന്ന് പോയതാ കണ്ണ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തുള്ള ഒരാളാ. അദ്ദേഹം ഒക്കെ കെട്ടിപ്പൊറുക്കി നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങാണ്. നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അറബ് സഹോദരൻ വന്നിട്ട് പറഞ്ഞേ, നിങ്ങളെ കണ്ണ് പഠിച്ചോ കൊണ്ടായതാണ്, നിങ്ങൾ ഈ സീറ്റിലിരിക്കും, ഇതേ ശമ്പളം വാങ്ങും, പറ്റണ ജോലി ചെയ്യും. ശരിക്ക് കാഴ്ച പരിമിതൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്നു പോകുമ്പോ അവന്റെ കയ്യിൽ പിടിച്ച സ്റ്റിക്കാകാൻ കഴിയണം നമുക്ക്, അവന്റെ കൈ പിടിക്കാൻ കഴിയണം നമുക്ക്. എവിടെ വെച്ചൊരു കാഴ്ച പരിമിതനെ കണ്ടാലും എന്താ നിങ്ങളെ വിശേഷം, നിങ്ങൾ എങ്ങോട്ടാ പോണു, ഞാൻ എന്തെങ്കിലും ചെയ്തിരേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. സിമ്പതികളിൽ അവരെ വരിഞ്ഞു കെട്ടുകയല്ല, സഹായങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ. ആ മനുഷ്യന് ആ കണ്ണിന് വന്ന ദുരന്തത്തെ അതിജീവിക്കാൻ പറ്റണ എന്തുകൊണ്ടാ? ഈ കണ്ണു പോയാലെന്താ, എനിക്ക് പരലോകത്ത് പഠിച്ചോൻ എന്റെ പുണ്യം തരൂലേ? അയാളെന്താ മുട്ടിറക്കാൻ പോകാത്തത്? അയാളെന്താ മുട്ടമ്മൽ എഴുതാത്തത്? അയാളെന്താ തകിട് കെട്ടിയിട്ട് വീട്ടിൽ കെട്ടാത്തത്? അയാളെന്താ അയാളുടെ കക്കൂസ് പിന്നെ കന്നിമൂലയാണെന്ന് പറഞ്ഞിട്ട് പൊളിക്കാത്തത്? അതിന്റെ കാരണം ഇങ്ങനത്തെ ഹദീസുകൾ മലയാള ഖുതുബയിൽ പഠിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയും പുതിയ എനർജി കിട്ടിയിട്ടാണ് ഓരോ തൗഹീദുള്ളവനും പള്ളിയിൽ നിന്ന് പോരുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ജഅലല്ലാഹു ദാലികൽ ബലാ കഫാറതൻ വതഹൂറൻ മാ ലം യൻസിൽ മാ അസ്വാബഹു മിനൽ ബലാഇ ബിഗൈരില്ലാഹി അസ്സ വജല്ല ഔ യദ്ഉ ഗൈറല്ലാഹ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കുകയും അല്ലാഹു അല്ലാത്തതിനെ സമീപിക്കാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതുവഴി പശ്ചാത്താപം കൊടുക്കുമെന്നാണ്. മാത്രല്ല പ്രവാചകൻ പറഞ്ഞു, വിശ്വാസികളെ അള്ളാഹ്ക്ക് ഇഷ്ടായ അള്ളാഹ് പരീക്ഷിക്കും. ചെക്ക് ചെയ്ത് നോക്കും. ചക്കം അങ്ങനെ മുട്ടിയിട്ട് പഴുത്തുക്കണോ നോക്കൂലേ? അതേമാതിരിയാ കഞ്ഞി, പിന്നെ ചോറുണ്ടാക്കുമ്പോ കഞ്ഞി ഇങ്ങനെ ആയോ എന്നൊരു വറ്റി ഇങ്ങനെ ഞെക്കി വെക്കൂലേ? അതേപോലെ അള്ളാഹ്ക്കൊരു അടിമന് ഇഷ്ടമായ പരീക്ഷണം തരും. മാസം 20-ാം തീയതി ആയിട്ടുള്ളൂ, 10 ദിവസം എങ്ങനെ പഠിച്ചതിനെ പൂർത്തിയാക്കുക? എന്ത് ചെയ്യും? ആ ഷോപ്പ് പണി പൂർത്തിയാക്കണമെങ്കിൽ ഇനി പലിശക്ക് എടുത്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ചുറ്റുപാടും തരും. അപ്പൊ അയാൾ തീരുമാനിക്കും പലിശക്ക് എടുത്തിട്ട് കട തുറക്കണ്ട. അപ്പൊ അയാൾ ജയിച്ചു അല്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പറയാം, ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹു, ഒരു ജനവിഭാഗത്തെ അള്ളാഹുവിന് ഇഷ്ടായാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും. ഫമൻ സബറ
സബർ. ഒരാൾ സബറാക്കിയാൽ അവൻ ആ സബർ പിന്നെ ക്ഷമിച്ചതിനുള്ളത് കിട്ടും. ഒരാൾ നിരാശപ്പെട്ടാലോ നിരാശപ്പെട്ടതിനുള്ളതും കിട്ടും. ഇനി മാത്രല്ല, നിങ്ങൾ കേട്ടോ, ഓരോ തൗഹീദുള്ള ആളും അയാൾക്ക് പരീക്ഷണം വരുമ്പോ തങ്ങൾ വാപ്പാന്റെ അടുത്ത് കോടാത്തതും മടവൂർ മക്കാമ് കോടാത്തതും ഒക്കെ എന്താ അറിയോ? മൂന്നാമത്തെ കാരണം കേട്ടോ, ഒരു അടിമക്ക് അയാളെ ജനിപ്പിക്കണതിന്റെ മുമ്പ്, ആകാശഭൂമി ഉണ്ടാക്കണതിന്റെ മുമ്പ് പേനയോട് പറഞ്ഞ് എഴുതി അറിഞ്ഞില്ലേ, അന്ന് അള്ള എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു സ്ഥാനം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. ആ വ്യക്തി എന്ത് ചെയ്യൂല? അമല് ചെയ്തിട്ട്, ദിക്ർ ചൊല്ലിയിട്ട്, തസ്ബീഹ് ചൊല്ലിയിട്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, സദഖ കൊടുത്തിട്ട്, അനാഥന്റെ കണ്ണീർ തുടച്ചിട്ട്, വിധവക്ക് സപ്പോർട്ടായിട്ട്, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി പോരടിച്ചിട്ട്, ഫാസിസത്തോട് യുദ്ധം ചെയ്തിട്ട്, തിന്മകൾക്കെതിരിൽ ശബ്ദിച്ചിട്ട്, അല്ലെ, അവൻ ഒരിക്കലും ആ ഒരു പദവിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അവന്റെ മടിയും അലസതയും ആരോഗ്യവും ജീവിതവും സാഹചര്യവും ഒക്കെ ചിലപ്പോൾ അതിന് കാരണമാകും. അപ്പൊ അള്ളാഹ് എന്താ ചെയ്യാറ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ? അവന് പല പരീക്ഷണവും കൊടുക്കും. പല പരീക്ഷണവും കൊടുത്തിട്ട് ആ പദവി കടത്തിക്കും. അപ്പൊ തൗഹീദുള്ള ഒരാൾ എന്താ വിചാരിക്കുക? ജാറം വേണ്ടെന്ന് ജീവിതത്തിൽ തീരുമാനിച്ചൊരു വ്യക്തി മണ്ടൂല, വണ്ടി വാങ്ങിയ ഉടനെ പുതക്കാൻ പോകൂല. അയാൾ എന്താ ചെയ്യാ? എനിക്ക് അല്ലാഹു പരീക്ഷണം തരുന്നത് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ സബറാക്കണം, ഇതിന്റെ ഒക്കെ കൂലി ഞാൻ പ്രതീക്ഷിക്കണം. 6 മയ്യത്ത് ഒന്നിച്ച് നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ ഒരു വീട്ടില്. ഒരു വണ്ടി പോവാണ്, വണ്ടി പോകുമ്പോ വണ്ടി ഇടിച്ചു, ഒരു വീട്ടിൽ 6 ആളും മരിച്ചു. ഒരു വീട്ടിലെ 6 ആണുങ്ങൾ ഇങ്ങനെ കിടക്കുക കേട്ടോ. അതിന്റെ പിന്നിൽ മയ്യത്ത് നിസ്കരിക്കുന്ന വ്യക്തി എന്ത് സുകാര്യങ്ങള്! അയാളെ ചെവിയിൽ പോയി ഇത് പറഞ്ഞെടുത്താൽ മതി. ഞാൻ എന്നെ ബന്ധപ്പെടുന്ന ആർക്കും എന്താ പറയാ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ മാത്രം ഓൺലൈനിൽ പറഞ്ഞ ടോക്കൽ ഉണ്ടാവും. എനിക്കൊരു കൂലി കിട്ടാൻ വേണ്ടി ഞാനത് ഇട്ട് കൊടുക്കും. ഭയങ്കര പെയിൻ കില്ലറാണ് ഈ സാധനം. ഈ ബോധ്യല്ലേ? ലോകത്തെ എത്ര മനുഷ്യന്മാരെ സുഹൃത്തുക്കൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ഈ വചനങ്ങൾ. എത്ര മനുഷ്യന്മാർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അപ്പോ ഇങ്ങനെ എത്ര തെളിവാണ് പടച്ചോനോട് മാത്രം പറയണം എന്നുള്ളതിനുള്ളത്. ഇനി നിങ്ങൾ തീർന്നില്ല, ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ഇനി ആയത്ത് അതിനെ ഓതട്ടെ കേട്ടോ, ഇനി ഓതട്ടെ. വിശുദ്ധ ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ 56-57 വചനങ്ങൾ. അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് അങ്ങ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒന്നും പരിഹരിച്ചു തരുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവോട് ഇടതേടിയ വ്യക്തികളാണ്, അള്ളാഹുവോട് സൽക്കർമ്മങ്ങളിലൂടെ മുൻനിർത്തി പ്രാർത്ഥിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പോലും അത്ര തന്നെ പറയാ. ഇനി അവരെത്ര അശക്തരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മാ യംലികൂന മിൻ ഖിത്മീർ, അവർക്കൊരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും സ്വന്തമാക്കാൻ പറ്റാത്തവരാണ് അവര്. ഒരു ഈത്തപ്പനത്തോട്ടം അവർക്കില്ല എന്നല്ല, അതിലൊരു ഈത്തപ്പന മരമില്ല എന്നല്ല, അതിലൊരു പട്ടല്ല എന്നല്ല, അതിലൊരു കൊല ഈത്തപ്പഴല്ല എന്നല്ല, ഒരു ഈത്തപ്പഴമില്ല എന്നല്ല, അതിലൊരു കുരുല്ല എന്നല്ല, അതിന്റെ കുരുമൊരു വെളുത്ത പാടല്ലേ, അതുപോലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാൻ പറ്റാത്ത ആളുകളോടാണ് നിങ്ങൾ ഗൾഫില് മോന്റെ ജോലിക്ക് പരിഹാരം കിട്ടാൻ ഉസ്താദിന്റെ അടുത്ത് കൊടുത്ത് എഴുതി വാങ്ങണത്. കടലാസിൽ ഉസ്താദ് ഇങ്ങനെ എഴുതിത്തരും അല്ലേ? നിങ്ങളെ മോന് ക്യാൻസർ വന്നതിന്, ഭർത്താവിന് ജോലി ഇല്ലാത്തതിന്, അയലോകത്തുള്ള സ്ത്രീ എന്തോ ചെയ്തു എന്നുള്ളതിന്. സിഹിർ ഹക്കാണ്, സിഹിർ ബാധിക്കുള്ളത് ഹക്ക. ആർക്കാ തർക്കമുള്ളത്? അമാനി മൗലവി റഹിമഹുള്ളയുടെ പരിഭാഷ, ഞാനൊക്കെ ജനിക്കണിന് മുമ്പുള്ള, എനിക്ക് 41 വയസ്സായി, 41 കൊല്ലം മുമ്പുള്ള മിനിമം. മനസ്സിലായില്ലേ? അന്ന് മുജാഹിദുകൾ, അതിന്റെ മുമ്പ് മുജാഹിദുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്, വൻപാപങ്ങളിൽ പെട്ടതാ. അപ്പൊ ഒരാളെ നമുക്ക് ചെയ്തു തോന്നി എന്താ ചെയ്യണ്ടേ? ഇറങ്ങി ഓടുന്നുണ്ട്. ഒരാളെ നമുക്ക് ചെയ്തു തോന്നുകയാണ് എന്താ ചെയ്യണ്ടേ? സൂറത്തുൽ ബഖറ ശരിക്കും ഓതുക. എല്ലാ ശൈത്താനും ഇറങ്ങി ഓടും. ആയത്തുൽ കുർസി വീട്ടിലോതുക, ഒളു ഉണ്ടായിരിക്കുക, ശരിക്ക് പ്രാർത്ഥിക്കുക, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുക, അല്ലെ? അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. കണ്ണേറ് ഹക്കല്ലേ? അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതാരാ നിരാകരിക്കുക? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച ആളുകളുടെ ക്ലിപ്പൊക്കെ ഇട്ട് ഞങ്ങളെ നേരെ ഇങ്ങനെ ഉപയോഗിക്കും. അത് ബാധിക്കൂല. കാരണം എന്താ അറിയോ? അഹ്ലുസുന്ന പഠിപ്പിച്ചതാണിത്. എന്താ ചെയ്യണ്ടോ? കുട്ടിക്കൂടെ പുള്ളിട്ട് കൊടുക്കണോ? അല്ലെങ്കിൽ ഒരു ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോല് കയറ്റിയിട്ട് ഒരു കുന്തത്തും ഇങ്ങനെ കയറ്റിയിട്ട് കരിങ്കണ്ണ നോക്കുന്ന എഴുതിയേക്കണോ? അല്ല,
ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണതിന്റെ മുമ്പ് എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കളെയും 4 മക്കളെയും തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. മോനെ പ്രാർത്ഥന ഓർമ്മിപ്പിച്ചു. അപ്പൊ അവനത് ചൊല്ലി. നമ്മൾ സ്വയം ചൊല്ലി. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വരിക, ആർക്കും വരും. ദിക്റും ദുആയാണ് സുഹൃത്തുക്കളെ പരിഹാരം. അപ്പൊ മുജാഹിദുകൾ ദിക്റും ദുആ ഇല്ലാത്തവരല്ല. ദിക്റും ദുആ ഇഷ്ടം പോലെ ഉണ്ട്. ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്റും ദുആ ഇല്ല. അതാ വിഷയം. ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്റും ദുആ ഇല്ല. എന്തിനൊക്കെ ഉണ്ട് ദിക്ർ, എവിടെയൊക്കെ ഉണ്ട് ദിക്ർ? ഇനി ആയത്ത് തുടങ്ങി. ആയത്ത് ഓതൽ നിർത്തണ്ട, നമ്മൾ പോകാൻ പാടില്ല. നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉരിബ മസലുൻ, ഉദാഹരണം ഇതാ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഉ ലഹു, അത് ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളി. മനുഷ്യന്മാർക്ക് തൗഹീദ് മനസ്സിലാകാനേ അല്ലാഹു ഉപയോഗിക്കുന്ന ഉദാഹരണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബാ, അവർ ഒരു ഈച്ചയെ പോലും പടക്കുകയില്ല. വലൗ ഇസ്തമഉ ലഹു, ആ ഈച്ച വലൗ ഇസ്തമഉ ലഹു, ഇനി ആ പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുകയാണ്, എന്നാൽ പോലും അവർക്കൊരു ഈച്ചയെ പടക്കാൻ പറ്റില്ല. ഈച്ചയെങ്ങാനും വല്ലതും തട്ടിയെടുത്താൽ 22-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയുടെ 73 ഖുർആൻ പറയാണ്, ആ തട്ടിയെടുത്തത് തിരിച്ചു കൊണ്ടുവരാൻ പോലും പറ്റില്ല. അവിടുന്ന് കാണിക്ക വെച്ച സാധനങ്ങൾ, ഓരോ ജാറത്തെങ്കിലും ഓരോ കാണിക്കാണ് അല്ലേ? ചില ജാറത്തെങ്കിലൊക്കെ ഉള്ള കാണിക്കൊക്കെ ഉണ്ട്. അത് പറഞ്ഞാല് ഇവിടെ ഇരിക്കണം മുജാഹിദീങ്ങൾ ചിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ആൾക്കാർക്ക് തോന്നി ഞാൻ കളിയാക്കണം, അവിടെ പറയണില്ല തന്നെ. കാണിക്ക, ഷെയ്ഖിന്റെ പേരിൽ കാണിക്ക പറയുന്നത് ഹറാമായ വസ്തുക്കൾ അടക്കം കാണിക്ക പറയുന്നത് കാണാൻ പറ്റും. അതൊക്കെ അപ്പടി സ്വീകരിച്ചു പോകണം മനുഷ്യന്മാര് കേട്ടോ. അപ്പൊ അത്രയും ദുർബലനാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് തന്നെ സങ്കല്പിച്ചോ, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ പങ്കു ചേർത്തതിനെ പരലോകത്ത് അവർ നിരാകരിക്കുകയും ചെയ്യും. നിങ്ങൾ പങ്കു ചേർത്തതിനെ പരലോകത്ത് അവർ നിരാകരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോ ഇതാർക്കുള്ളതാ? ഇത് വിഗ്രഹത്തിനുള്ളതാ. ഇത് വിഗ്രഹത്തിന് കേൾക്കൂല എന്ന് പറഞ്ഞത് വിഗ്രഹത്തിന് മാത്രമാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒറ്റ തഫ്സീർ കിട്ടിയാൽ മതി. കിട്ടൂല, കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ഇത് ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ ബാധകമാണെന്നാണ്. ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് നാളെ, പിന്നെ നീ എങ്ങാനും നിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നോ? പഠിച്ചോനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കത് അറിയില്ല. അദ്ദേഹം കേൾക്കണില്ല. ഈസാ അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹം കേൾക്കണില്ല. ലോകത്തെ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാം പിന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അദ്ദേഹം തിരിച്ചു വരുന്നു വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹം ദജ്ജാലിന്റെ സംഗതികൾ അവസാനിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കണം. എന്നാൽ ഇത് പ്രമാണങ്ങളിലേക്ക് നോക്കി ഞാനിപ്പോ 17ഓളം ആയത്തുകളോട് ഓതി. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ എന്താ പറയാറിയോ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഞങ്ങൾക്കില്ല. നിങ്ങളിവിടെ ഓതിയതൊക്കെ പ്രാർത്ഥിക്കാന്നുള്ളതിനുള്ള തെളിവാണ്. സഹായതേട്ടം നടത്താന്നേ ഞങ്ങളെ വാദമുള്ളൂ. അല്ല സുഹൃത്തുക്കളെ, അല്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കലും സഹായതേട്ടം ഒന്നാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ തീർന്ന്, അല്ലെ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചക്കക്ക് പ്ലാക്കായി ഇത് പേരിട്ടുകൊണ്ട് രണ്ടും രണ്ടാവില്ലല്ലോ. ആവോ? ചക്കയും പ്ലാക്കായി ഒന്ന് പ്ലാവുമുണ്ടാണ് കായാണ് ചക്ക, അത്രേ ഉള്ളൂ. ഇനി അവിടെ തീരണില്ല, ഇങ്ങനെ കിട്ടിയാൽ മതി. പ്രവാചകൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായതേട്ടം നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായതേട്ടം നടത്തിയിട്ടുണ്ടോ? എന്തെല്ലാം രംഗങ്ങളിലൂടെ കടന്നുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ 40 വർഷത്തോളം പ്രവാചക തിരുമേനിക്ക് ശേഷം പ്രവാചക തിരുമേനിയുടെ ഖബറിന്റെ അരികിൽ ജീവിച്ചു. അവര് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു യുദ്ധത്തിന് വരെ പോകുന്ന സാഹചര്യം ഉണ്ടായി. മുനാഫിഖീങ്ങളുടെ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ട് വിശ്വാസികൾക്ക് പരീക്ഷണവും പാഠവുമായി, അല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നേരത്ത് പോലും നബിയെ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞോ? റസൂലെ സഹായിക്കണേന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. പലപ്പോഴും പഠിക്കുന്നില്ല എന്നുള്ളതാ പ്രശ്നം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്.
വമയുശ്രികു ബില്ലാഹ്, ശിർക്ക് ചെയ്ത ആള് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് നരകമാണ്. ആരാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരലോകത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തോട് വന്ന് പറയണം, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ, അദ്ദേഹത്തെ ആട്ടി പുറത്താക്കിയ, അദ്ദേഹത്തിന് വേണ്ടി തീക്കുണ്ടാരുണ്ടാക്കിയ, അതിലേക്ക് വിറകേറ്റിച്ചെന്ന അദ്ദേഹത്തിന്റെ ഉപ്പ പറയാണ്, എന്താണ് മോനെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാം പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പ്രാർത്ഥിക്കുന്നത്. ആരാ? നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്, അള്ളാഹിന്റെ കൂട്ടുകാരനാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്, കാണിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? ഇബ്രാഹിം, നിനക്ക് അവകാശമില്ലാത്തത് ചോദിക്കരുത്. നാം മാലകളിൽ കാണുന്നത് എന്താ? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവരേ. എന്റെ ഒരൊറ്റ മുരീദും നരകത്തിലില്ല. ഭയങ്കര ഓഫറാണ്. അപ്പൊ ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി? ത്വരീഖത്തിലാണ് കയറിയാൽ മതി, പിന്നെ എന്തും ചെയ്യാം, ഒക്കെ ഷെയ്ഖിന്റെ ഓഫറിൽ രക്ഷപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പൊ ഏതൊരു ഉസ്താദ് വ്യാഖ്യാനിച്ചു, ഷെയ്ഖിന്റെ ത്വരീഖത്തിലാണ് കയറുന്ന ഒരാള് ഒരു ഹറാമ് പോയിട്ട് ഒരു മക്രൂഹ് പോലും ചെയ്യൂല, ഇടത്തേക്ക് തുപ്പ എന്നുള്ളതിന് പകരം വലത്തേക്ക് പോലും തുപ്പൂല, അത്ര സൂക്ഷിക്കുന്ന ഒരാളായി മാറുന്നതാണ്. അടുത്ത വരി എന്താ? എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ ഏറ്റവും നല്ലവൻ ഞാനെന്ന് ചെന്നോവരേ. എന്റെ മുരീദ് നന്നാവൊന്നും വേണ്ട, ഞാൻ നന്നായ മതി. ഇത് ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞേ? ഫാത്തിമ ഖിത്അതു കബ്ദി, മോളെ നീ എന്റെ കരളിന്റെ കഷ്ണാണ്. ഉപ്പാന്റെ കുട്ടി നരകത്തിന്റെ കാര്യം, പരലോകത്തിന്റെ കാര്യം സ്വന്തം നോക്കിക്കൊള്ളണം, ദുന്യാവിന്റെ കാര്യം നീ ചോദിച്ചോ എന്നാ പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അപ്പൊ വിശുദ്ധ ഖുർആൻ നരകത്തിൽ അകപ്പെടുമെന്ന് പറഞ്ഞ ശിർക്ക് അത് നമുക്കിടയിലുണ്ട്. അതുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകരുത്. ഇത് മനസ്സിലാക്കാൻ ബദറിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി. ബദറിൽ 2 ടെന്റ് ഉണ്ട്. ഒന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെന്റ്, 2 അബൂജഹലിന്റെ ടെന്റ്. ഈ 2 ടെന്റിൽ വിശ്വാസം എന്താ? ഒരു ഭാഗത്ത് അല്ലാഹ് ഇല്ല എന്നുള്ള വിശ്വാസ, മറ്റേ ഭാഗത്ത് അല്ലാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസ, രണ്ടിടത്തും അല്ലാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസ. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ആരാണ് പടച്ചതെന്ന് ചോദിച്ചാൽ അവർ അല്ലാഹ് എന്ന് പറയും. വലയിൻ സഅൽതഹും, അവരെ ആരാണെന്ന് പടച്ചതെന്ന് ചോദിച്ചാൽ അവർ അല്ലാഹ് എന്ന് പറയും. ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്നവർ പറയും. ആരാണ് ഭൂമിയിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്നവർ പറയും. അപ്പൊ അബൂജഹലിന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് അബൂജഹൽ അള്ളാഹിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് പുറപ്പെടുമ്പോ എവിടുന്നാ പ്രാർത്ഥിച്ചത്? കഅബാലയത്തിൽ പോയി അള്ളാഹിനോടാ പ്രാർത്ഥിച്ചത്. പിന്നെ ഇവർ തമ്മിലുള്ള മുഖ്യ തർക്കം അവര് പറഞ്ഞു, ഞങ്ങൾ ശുപാർശക്ക് വേണ്ടി അവർ ഞങ്ങൾക്ക് അള്ളാഹുവിനടുത്ത് ശുപാർശകരാണ്. അവർ ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കും. ഒന്ന് സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്ത്, അല്ല 10-ാമത്തെ ആയത്ത്. വേറെ ഒന്ന് 19-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. സുഹൃത്തുക്കളെ, ഞാന് വളരെ കൃത്യമായി ഇമാം റാസിനെ കോട്ടിയാണ് ഇവിടെ. ഇമാം റാസി റഹിമഹുല്ലയെ കോട്ടിയാണ്. എന്താണ് അദ്ദേഹം പിന്നെ ഇതിൽ പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞൊരു വാചകം കാണാൻ സാധിക്കും. ونظيره في هذا الزمان اشتغال كثير من الخلق بتعظيم قبور الأكابر على اعتقاد أنهم إذا علموا قبورهم فإنهم يكونون شفعاء لهم عند الله. എന്റെ കാലത്തും ഞാൻ ചില വിശ്വാസങ്ങൾ കാണുന്നുണ്ട്. ആളുകൾ ഖബറിന്റെ അടുത്ത് പോയി ഖബറിനെ വല്ലാതെ ബഹുമാനിക്കുന്നു. എന്താണ് അവരുടെ വിശ്വാസം? ഈ ഖബറിലുള്ളവരെ ബഹുമാനിച്ചാൽ അവർ നമ്മൾക്ക് ശുപാർശകരാകും എന്നതാണ് അവരുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ CM വലിയുല്ലാഹി എന്നുള്ള പേരിലുള്ള വ്യക്തിയെ ഇന്ന് മഴ വർഷിപ്പിക്കുന്നവനായി, ലോകം മൊത്തം നിയന്ത്രിക്കുന്നവനായി ഉസ്താദുമാര് പരിചയപ്പെടുത്തുക. അവിടെ എത്തിയിട്ടുണ്ട്. മക്കയിൽ അവിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസത്തിലേക്ക് പറഞ്ഞു പറ്റിച്ചെത്തിച്ചിട്ടുണ്ട്. വിഷമമുണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, പക്ഷേ ഉള്ളതുള്ളതുപോലെ പറയണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നഹും വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. അവരുടെ അമ്പിയാക്കളുടെയും അവരുടെ മഹാന്മാരുടെയും ഒക്കെ രൂപത്തിൽ അവർ ഈ വിഗ്രഹങ്ങളെ വെക്കുമ്പോൾ വസഅമു അന്നഹും തസ്തഖലു ബി ഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ അവർ ആരാധന നിർവഹിക്കുമ്പോൾ ഫഇന്ന ഉലൈകൽ അകാബിറ തകൂനു ശുഫഅ ലഹും ഇൻദല്ലാഹ്, ഇവർ നാളെ ശുപാർശകരാകുമെന്ന് അവർ വിശ്വസിച്ചു.
വനളീറുഹു ഫീ ഹാദ സമാൻ ഇസ്തിഗാലു കസീറൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ. മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുന്ന ബഹുമാനിക്കുന്ന ഏർപ്പാടുകളുമായി ചിലർ നടക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അവർക്ക് സ്വയം കഴിവുണ്ട് എന്നല്ല, മറിച്ച് ഇതുവഴി അവർക്ക് സ്വർഗം കിട്ടും, പുണ്യം കിട്ടും, പുറത്ത് കിട്ടും, ശുപാർശ കിട്ടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് തിരുത്തണം. ഇതിനെയാണ് ഇസ്ലാം ശിർക്ക് എന്ന് വിളിച്ചത്, അല്ലെ? കാര്യങ്ങളെ ഗൗരവത്തിൽ ആലോചിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും സമുദായം ഒക്കെ വൈരുദ്ധ്യത്തിലാണ് ചെയ്യുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ബദർ 17 അന്ന് യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ എന്താ? 14 സ്വഹാബിമാര് ഷഹാദത്ത് വരിച്ചിരിക്കുന്നു, രക്തസാക്ഷികളായിരിക്കുന്നു. അവർക്കുള്ള ഖബർ കുഴിക്കുകയാണ് അവര്. കണ്ണീരോടുകൂടെ വെട്ടേറ്റവരുണ്ട്, മുറിവ് പറ്റിയവരുണ്ട്, പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും വിജയിച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷമുണ്ട്. ആ ഒരു കണ്ണീരിന്റെ പശ്ചാത്തലാണ് വിജയിച്ചപ്പോൾ പോലും ഉള്ളത്, അല്ലെ? ഒരു പക്ഷിക്കുഞ്ഞിന് അതിന്റെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നപ്പോ അതിന്റെ കരച്ചിൽ സഹിക്കാതെ വേഗം കൊണ്ടുപോയി വെക്കതിനെ എന്ന് പറഞ്ഞ പ്രവാചകൻ, അദ്ദേഹത്തിന് എങ്ങനെ 14 രക്തസാക്ഷികളെ കണ്ടാ സന്തോഷിക്കാൻ പറ്റും? മനസ്സ് പൊള്ളൂലേ സുഹൃത്തുക്കളെ? ഉറുമ്പുകളെ ഇങ്ങനെ കണ്ടപ്പോ ആ ഉറുമ്പുകളെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ, പ്രസവിച്ച് കിടക്കുന്ന പട്ടിനെ കണ്ടപ്പോ അതിനെ ആളുകൾ ദ്രോഹിക്കാതിരിക്കാൻ അതിനെ ഒരു സൈനികനെ നിർത്തിയ പ്രവാചകൻ. അത്രയും കാരുണ്യമുള്ള റസൂലുള്ള എന്ത് വിഷമം ഉണ്ടാകും? നമ്മളെ നാട്ടിലോ റമദാൻ 12 നല്ല ചൂട് ബിരിയാണി വരമ്പാണ്, അല്ലേ? അതിനുള്ള തിരക്കാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രമാണങ്ങളിലേക്ക് മടങ്ങി ചിന്തിക്കണം. കാസർഗോഡ് ഇഷ്ടം പോലെ ജാറങ്ങളുള്ള സ്ഥലം, ഇഷ്ടം പോലെ ജാറങ്ങളാണ്. ഒരു 3.5 മിനിറ്റ് കൊണ്ട് നമുക്ക് അതും കൂടി ഞാൻ പരിശോധിക്കാം. ഞാൻ ആയത്തു ഹദീസ് മാത്രമേ, ജാറത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ ഖുറാനിലൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഹദീസിലുള്ള പ്രവാചകൻ പറഞ്ഞു എന്താണ്? ഖബർ കെട്ടിപ്പൊക്കുന്നതും കുമ്മായം ഭൂഷണം ഇരിക്കുന്ന റസൂൽ നിരോധിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എത്ര? റുഫിഅ ഖബറുഹു അനിൽ അർദി ശിബ്റ. പ്രവാചകന്റെ ഖബർ ഒരു ചാണി ഉയർത്തിയിട്ടുള്ളൂ. ഇനി വല്ല ഖബറും കെട്ടിപ്പൊന്തിച്ചാലോ? അലി റളിയല്ലാഹു അൻഹു അബുൽ ഹിയാജുൽ അസ്വദിനെ വിളിച്ചിട്ട് പറയാണ്, അല്ലാ തദഅതിം സാലിൻ ല തമസ്താഖ് വല ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. ഉയർന്നു നിൽക്കണ എല്ലാ ഖബറും നിരത്തിക്കോളണം. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്, വഇന്നമാ ഉഹിബ്ബു അൻ യുശ്ഖസ് അലാ വജ്ഹിൽ അർദി ശിബ്റ. ഭൂമിക്ക് മുകളിൽ ഒരു ചാണു ഉയർത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞത്, വഹാദാ മദ്ഹബു ശാഫിഈ. ഒരു ചാണു ഉയർത്തുന്നതാണ് ശാഫിഈ മദ്ഹബ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞത്, വതജിബുൽ മുബാദിറതു ബിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖബർ ഇദ് ഹിയ അദറു മിൻ മസ്ജിദിത് ത്റാർ. ഉയർത്തപ്പെട്ട ഖബറുകളും അതിന്റെ മേലെയുള്ള കുബ്ബകളും അടിച്ചു നിരത്തൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, ഏറ്റവും ശക്തമായ ബാധ്യതയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. കൃത്യമായി അതുകൊണ്ടും തീരണില്ല. എന്താ? ഫൈൻ ബുനിയ ഫിഹാ ഹുദിമ. ഖബറിന്റെ മേലെ വല്ലതും കെട്ടിയുയർത്തിയാൽ അത് തകർക്കണം. വലാ ഫർഖ ദാലിക ബൈന ഖുബൂരി സ്വാലിഹീന വൽ ഉലമാ വഗൈരിഹിം. ഉലമാക്കളാകട്ടെ സ്വാലിഹീങ്ങളാകട്ടെ ശ്രേഷ്ഠതയുള്ളവരാകട്ടെ ഉയർത്തപ്പെട്ട ഖബറുകൾ മുസബ്ബലത്തായ ഭൂമിയിൽ നിന്ന് അടിച്ചു നിരത്തണം. വമാ ഫിൽ ഖാദിമി മിമ്മാ യുഖാലിഫു ദാലിക്. അതിന് വിരുദ്ധമായ ഖാദിം എന്ന കിതാബിൽ എഴുതപ്പെട്ടത് ലഈഫുൻ, അത് ദുർബലമാണ്. വലാ യുൽതഫതു ഇലൈഹി. അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല, അത് പരിഗണിക്കുകയേ ചെയ്യേണ്ടതില്ല എന്ന് കൃത്യമായി ഇതൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച യാഥാർത്ഥ്യങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പൊ എത്ര ഉണ്ട്? മുജാഹിദീങ്ങൾക്ക് കിതാബ് തിരിയില്ല, അവർക്കൊന്നും തിരിയില്ല. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അല്ലേ? ഞങ്ങളിതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ എടുത്ത് പറയാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വർഷമായിട്ട് ഉദ്ധരിക്കണതാ. നിങ്ങളൊരു ഉസ്താദിനോട് ഇതിന്റെ മറുപടി ഒന്ന് ചോദിച്ചേക്കണം, ഒന്ന് പറയട്ടെ. വതജിബുൽ മുബാദിറതു ബിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖബർ. ഹർഫടക നോക്കിക്കോ, ഞാൻ വായിക്കണേ. വതജിബുൽ മുബാദിറതു ബിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖബർ ഇദ് ഹിയ അദറു മിൻ മസ്ജിദിത് ത്റാർ. മസ്ജിദുൽ ളിറാർ എന്ന് പറയുന്ന പിന്നെ വിശ്വാസിന്റെ ഐക്യം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയുണ്ട്. ആ പള്ളിയെക്കാളും അപകടകാരിയാണ് ഉയർത്തപ്പെട്ട ഖബർ എന്ന്. അത് അടിച്ചു നിരത്തണം. ഇമാം ഷാഫി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വഖദ് റഅയ്തു അൽ ഉലാത ബിമക്ക മാ യുബ്നാ ഫീഹാ. മക്കയിൽ ഉയർത്തപ്പെട്ട ഖബറുകൾ അവിടുത്തെ നേതാക്കന്മാര് നീക്കം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരു ഫഖീഹും ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനും അതിനെ വിലക്കണത് ഞാൻ കണ്ടില്ല. ഇതാണ് ഇസ്ലാം. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് അദൃശ്യം അറിയുന്നതാണ്, അല്ലേ? അദൃശ്യം അറിയുന്നതാണ് അവർക്ക് ഒക്കെ അറിയുന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ
അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാരിക്കുഴിയിൽ പ്രവാചകൻ വീണ് പല്ല് പൊട്ടിപ്പോയി. വഫാത്ത് വരെയും പൊട്ടിയ പല്ല് കൊണ്ട് ലോകത്തോട് ചിരിച്ചു റസൂലുള്ളാഹ്. പ്രവാചകന് വേണ്ടി ജൂതപ്പെണ്ണുണ്ടാക്കിയ സദ്യയിൽ പോയി സദ്യ കഴിച്ചു. അതിൽ വിഷണ്ടായിരുന്നു അറിഞ്ഞിട്ടും സ്വഹാബിനെ കൊണ്ട് കഴിപ്പിച്ചോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമുക്ക് ഇസ്ലാം എന്ന് പുറത്തുക്ക് പോകും, കാഫറാവും, പേര് ഭയങ്കര പേരേക്കാറ്, ദിക്റും തസ്ബീഹും ഒക്കെ ഉണ്ടാകും, പക്ഷെ ഇസ്ലാമിൽ ഉണ്ടാവില്ല. ബിഷർ എന്ന സ്വഹാബിയോടെ പടഞ്ഞു മരിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇത് എന്റെ ഇവിടെ ജൂതപ്പെണ്ണ് ഖൈബറിൽ നിന്ന് തന്ന വിഷത്തിന്റെ വേദന ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് വഫാത്തിന്റെ നേരത്ത് പറഞ്ഞു. പ്രവാചകന് അതിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി, വഹിക്കുന്ന ആളുകൾ, ചുമക്കുന്ന ആളുകൾ അത് അറിഞ്ഞില്ല. മുന്നോട്ട് പോയി മദീനത്തിൽ എത്തിയപ്പോഴാ അവര് എത്താത്ത കാര്യം മനസ്സിലായത്. മുനാഫിഖീങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിച്ചു. പ്രവാചകന്റെ സ്വഹാബി സൗബാന്റെ കൂടെ, സഫ്വാന്റെ കൂടെ പ്രവാചകന്റെ പത്നി പോയി എന്ന് പ്രചരിപ്പിച്ചു. ഒരു മാസം വിഷമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ പല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തോളാം. പ്രവാചകന് പോലും മനസ്സിലായില്ല. അവസാന ആയത്തിറങ്ങിയിട്ട് ശുദ്ധീകരിച്ചത് അല്ലേ? എന്നാലോ മാലിയിൽ നമ്മൾ കണ്ടത് എന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവരേ. കുപ്പിയിലുള്ള സാധനം ഇങ്ങനെ, മിഠായി കുപ്പിയിലുള്ള മിഠായി നമ്മളിങ്ങനെ കാണുന്ന പോലെ, തേൻ കുപ്പിയിലെ തേൻ നമ്മളെ കാണുന്ന പോലെ ഷെയ്ഖ് ഇങ്ങനെ നോക്കി നമ്മളെ കൽബിലുള്ളതൊക്കെ കാണും. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഞെട്ടും. ഒരു ഷെയ്ഖ് നമ്മളിങ്ങനെ ചെല്ലുമ്പോ മോനിപ്പോ 6 വർഷമായിട്ട് ആണല്ലേ, അതോടാണ് വീഴും. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടാ പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ചില ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോ അവര് പറയണൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അത് ശൈത്താന്മാര് കട്ട് കേട്ടിട്ട് ഇവന്റെ അടുത്തുള്ള കരീനിന് പറഞ്ഞു കൊടുത്തിട്ട് അത് കൂടെ 100 കളവ് കൂട്ടിയിട്ട് അടിച്ചു വിടുമ്പോ ഒന്നും ശരിയാണതാ. ഇങ്ങനെ ഞങ്ങളൊരു തൗഹീദുള്ളവനോട് പറഞ്ഞ എന്താ പറയാറോ, ഇയാൾ പിശാച് പൂജകനാണ്, ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ കഴുത്ത് വെട്ടി താഴെന്ന് പറഞ്ഞു. ഞങ്ങള് ഞെട്ടൂല. ഞങ്ങള് അതുകൊണ്ടാണ് ജിന്ന്, സിഹിർ, പിശാച് വിഷയത്തിലൊക്കെ ക്ലാരിറ്റിയുള്ള ചർച്ച ഞങ്ങൾ കൊണ്ടുവന്നത്. തൗഹീദ് ജനങ്ങളോട് പറയാൻ. അതുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തൗഹീദ് പറയുന്ന കിതാബിന്റെ അവസാനത്തിൽ ശൈത്താനെ കുറിച്ചും സിഹിറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ജാതി ഞെട്ടലും പേടിയൊന്നുമില്ല. എന്താ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കണ ഉണ്ടാലും നിങ്ങള് അയാൾ ഔലിയപ്പാപ്പിയൊന്നും വിചാരിക്കേണ്ട, ആള് ശൈത്താൻ നടത്തിക്കണതായിരിക്കും. ഒരുപാടുണ്ട്, കെട്ടുകണക്കിനോട് വായിക്കാണ്ട്, ലതിക്കൊന്നും നോക്കാതെ തന്നെ പറയാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സമയം, നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടു, അതിലുള്ള സന്തോഷം രേഖപ്പെടുത്താണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് വെറുതെ ഹുസൈൻ സലഫി എന്നൊന്ന് അടിച്ചോ കാണി, വെറുതെ ഫൈസൽ മൗലവി മുഖാമുഖം അടിച്ചോ കാണി. സുന്നി ഉസ്താദുമാരിങ്ങനെ വന്ന് ചോദിക്കുക, ഉസ്താദുമാരോട് അപ്പുറത്തെ പേജ് മറിക്കും, ഉസ്താദെ ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കിതാബ് തിരുവല്ലോ എന്നൊക്കെ മനസ്സിലാവും. എന്റെ സുഹൃത്ത് അനീസിനോട് ആരോ പറഞ്ഞു എന്ന് വെച്ചു, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ശരിക്കും ഓതി തരുമെന്ന് വെച്ചു. അപ്പൊ അനീസ് അതിലെ നിയമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞെടുത്തപ്പോ അദ്ദേഹം ഒന്നും വേണ്ടിയില്ലായിരുന്നു. ഇന്ന് കണ്ടപ്പോ എടുത്തോണേ, ഇവിടുത്താവില്ല ചിലപ്പോ എടോ. അപ്പൊ അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളെ മുജാഹിദീങ്ങൾക്ക് ദിക്റില്ല. ഞങ്ങളെ ജമീൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ അദ്കാർ എന്ന് പറഞ്ഞൊരു വിൻഡോ കാണും. നിങ്ങൾക്ക് സ്വഹീഹായ അദ്കാറൊക്കെ അതിലുണ്ട്. ഓരോ രാവിലത്തെയും ക്ലിക്ക് അതിന്റെ ഡാഷ്ബോർഡ് പോയാൽ 10,000 ആളുകൾ ഡെയിലി ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ നേരെ തുറന്നിരുന്നിട്ട് അദ്കാർ സുബ്ഹ്, അദ്കാർ മസാവാണ്. ഭയങ്കര സെക്യൂരിറ്റി കിട്ടുന്ന കാര്യമാണ്. ഏതൊക്കെ ദിക്റുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റ് ചൊല്ലുക. നമ്മൾ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത്. ഇസ്ലാമിനെ പ്രതിരോധിക്കണം. ഡയലോഗ് എന്നുള്ള പേരിൽ ഇൻഷാ അല്ലാഹ് ഈ 19-ാം തീയതി ചങ്ങരംകുളത്ത് വെച്ച് വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടണം, അവിടെ ഇരിക്കണം, ഒരാൾക്ക് മാത്രം ബുദ്ധിമുട്ടണമല്ലോ ഞാൻ വിചാരിക്കുന്നത്. ഏത് പരിപാടി ഉണ്ടെങ്കിലും മൂപ്പര് എവിടെ ഉണ്ടാവും കേട്ടോ. ഏത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ടാവും. അല്ലാത്ത ആളുകളൊക്കെ യൂട്യൂബിൽ കേൾക്കുക. അബ്ദുറഹീമിന്റെ വിഷയം വന്നപ്പോൾ ഇസ്ലാം വലിയ അനീതിയെ കാണിച്ച് ഒരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനെ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഉള്ള ക്ലാരിറ്റി അതാത് സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ നാട്ടുകാരനായ ഒരു വക്കീല് വീണ്ടും കല്യാണം കഴിച്ചല്ലോ അല്ലേ, മൂപ്പര മോൾക്ക് എന്തോ ഇത് കിട്ടാനാന്ന് അറിഞ്ഞിട്ട് മൂപ്പർക്ക് നമ്മള് മസാല പഠിപ്പിച്ചു കൊടുത്തു കോഴിക്കോട്ട് നിന്ന്. അദ്ദേഹത്തെ നമ്മള് ആ ലിങ്ക് അദ്ദേഹത്തിനെ പബ്ലിക്കായി അദ്ദേഹത്തെ നമ്മൾ വെല്ലുവിളിച്ചു, നിങ്ങൾ ഇതിന് മറുപടി പറയൂ. ഇസ്ലാമിനെ ഇപ്പോഴും ആ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കലി അദ്ദേഹം ചില പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലുള്ള സുഹൃത്തുക്കൾ അസ്വസ്ഥരാകൊന്നും വേണ്ട. മനസ്സിലായില്ലേ? നമ്മളെ പൊളിറ്റിക്സ് അവസാനിക്കേണ്ടത് എവിടെ? ഇസ്ലാമിക നിയമങ്ങളെ തെറ്റായി ആര് വ്യാഖ്യാനിച്ചാൽ അതിന് മറുപടി അറിയും. ഇനി മുസ്ലിം ലീഗ് ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ കണക്കാം. അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിലെ ഓരോന്നിനും ISIS ഇവിടെ വന്നപ്പോ ഓരോ വീട്ടിലും കയറി
ലക്ഷക്കണക്കിന് ലഘുലേഖ കൊടുത്ത് ISIS ഇസ്ലാം അല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. അതിന്റെ മതപരമായ കാരണം പറഞ്ഞു. എന്താ? ഒരു ജീവൻ ഇസ്ലാം കൊടുക്കണ വില 800 കോടി മനുഷ്യരെ, ഒരാളെ കൊന്നാൽ 800 കോടി മനുഷ്യരെ കൊന്നതിന് തുല്യാണ് നമ്മൾ പഠിപ്പിച്ചു. നമ്പർ 1. 2, തീവ്രവാദി നശിക്കട്ടെ എന്ന് ലോകത്ത് പ്രാർത്ഥിച്ച ഏക ആചാര്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന ISIS ഇന്നേ വരെ ഇസ്രായേലിൽ ഒരു ബോംബിട്ടിട്ടില്ല. ഈ പറയുന്ന ISIS അവരുടെ ബോംബ് ഹൂത്തികൾ വഴി കഅബയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യന്റെ റോക്കറ്റ് അതിനെ വഴിയിൽ വെച്ച് പൊട്ടിച്ച് താഴെയാണ് ചെയ്തത്. സിറിയയിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ 7 സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്ന്, സൈനിക ചെക്ക് പോസ്റ്റ് എന്താ? നമ്മളെ മറ്റേ കമ്പി തൂന്നിക്കണ സാധനമല്ല, ആയുധങ്ങളുള്ള, സെക്യൂരിറ്റി ഉള്ള, സൈന്യങ്ങളുള്ള സിസ്റ്റാണ്. അതൊന്നും അവിടെ ഒന്നും ആരും തടഞ്ഞില്ല. ഓരോ നേരം സിറിയ പോയി പിടിച്ചു ഇറാഖത്ത്. അപ്പൊ ഈ സൈനിക ചെക്ക് പോസ്റ്റുകളിൽ ആരാണ് ഒരു സൗകര്യം ചെയ്തു കൊടുത്തത്? ഇത്ര വലിയ ആയുധങ്ങൾ ആരെ കൊടുത്തു? ഇതൊക്കെ നമ്പറിട്ട് എഴുതി അത് പ്രസംഗമാക്കി മാറ്റി അത് ലക്ഷക്കണക്കിന് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അവസാനം ഞങ്ങളെ അങ്ങ് ഇവിടുന്ന് എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് ആക്രമിച്ചപ്പോൾ ഈ നാടടക്കമുള്ള മുഴുവൻ നാടും ഞങ്ങളെ കൂടെ നിന്നത് എൻ്റെ സുഹൃത്തുക്കൾക്ക് ശ്രദ്ധയിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ മേഖലയിലുണ്ട്. അനാഥരായ കുട്ടികൾക്ക്, പിന്നെ അഗതികൾക്ക്, അതേപോലെ വിധവകൾക്ക്, നിത്യരോഗികൾക്ക്. ഇപ്പൊ ഞങ്ങളെ ഒരു ഇതിന്റെ സമയമാണ്, അതിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ച സമയമാണ്. നിങ്ങൾ കൊടുക്കും, എത്ര ഉണ്ടെങ്കിലും കൊടുക്കുന്ന ഞങ്ങൾ പറയാം. എന്താ ധൈര്യം? എത്ര അനാഥരുണ്ടെങ്കിലും ഓൾക്കൊക്കെ കൊടുക്കുന്ന ഞങ്ങൾ പറയാം. പൈസ കയ്യിലുണ്ടായിട്ടൊന്നല്ല, ഞങ്ങൾ പറയും ജനങ്ങളോട്, സമ്പത്തുള്ളവരോട് പറയും. ഒരു അനാഥ കുട്ടിയുണ്ട്, അവന് പേനയും പെൻസിലും വാങ്ങാൻ പൈസ അല്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം എന്ന് നമ്മൾ പറയും. കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടുക്കും. ഒരു ഭയവും അൽഹംദുലില്ലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാ മേഖലയിലും ജാമിയത്തുൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന പേരിൽ വനിതകൾ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള ക്യാമ്പസ് ഉണ്ട്. പീസ് റേഡിയോ 24 മണിക്കൂറും അല്ലെ, ഇസ്ലാമിക പ്രബോധനം നിരോധിക്കപ്പെട്ട ചൈനയിലടക്കം അവിടെ ജനങ്ങൾ ഇസ്ലാം പഠിക്കുകയാണ്. അവിടെ മദ്രസ ഏതാ? ഈ മദ്രസയാണ്. മനസ്സിലായില്ലേ? അവിടെ ഖുർആൻ പഠിക്കണം. അങ്ങനെയുള്ള വിശദമായ സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ അടുത്തറിയാൻ ശ്രമിക്കുക. എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ഖുത്തുബകൾ 70-80ഓളം ഖുത്തുബകൾ ജമീൽ എന്ന് പറയുന്ന ആപ്പിലുണ്ട്. നിങ്ങൾ മുജാഹിദുകളുടെ ഖുത്തുബയൊക്കെ ഒന്ന് കേൾക്കുക, അപ്പൊ മനസ്സിലാകുക എന്താണ് സംഭവം. ഖുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തിക്കൂടെ? ഖുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തിക്കൂടെ? എത്ര പ്രാമാണികമായ തെളിവുകളുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞ നീണ്ടുപോകും. സ്ത്രീകൾക്ക് പള്ളിയിൽ പോയിക്കൂടെ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി അല്ലാഹു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തിമാർ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ അല അന്നഹാ ലൗ ഹളറത്തിൽ ജുമുഅത്തു ജാസ വസല്ലത്തിൽ ജുമുഅത്തു ജാസ. എന്താ? ഇബ്നുൽ മുൻദിറിന്റെ ഇജ്മാ ഉണ്ട്, സ്ത്രീ പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ ജായിസാണ് എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ട് അല്ലേ? അങ്ങനെ എത്ര രേഖകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. ജീവിതത്തെ സമഗ്രമായി പഠിക്കുക. വലിയ സന്തോഷം തോന്നാണ് എനിക്ക്. നിങ്ങളൊക്കെ ശാന്തമായി കേട്ടു, വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ ഒരു അതിഥി എന്ന നിലയ്ക്ക് എന്നോട് കാണിക്കേണ്ട ഒരു ആതിഥ്യ മര്യാദ പാലിച്ചു. അതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ തുടക്കം മുതൽ പറഞ്ഞു വന്ന ഫാമിലി കോൺഫറൻസ് അടുത്ത ഞായറാഴ്ചയാണ്. നിങ്ങൾ പോവുക, മക്കളെയും കുട്ടികളൊക്കെ കൂട്ടി. എന്താ ഫാമിലി കോൺഫറൻസ് എന്തിനാ പ്രഖ്യാപിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികൾക്ക് തട്ടടാപ്പ് മടിയാ. പ്രണയ വിവാഹങ്ങൾ വല്ലാതെ വർദ്ധിക്കണം. അവിഹിതങ്ങൾ, അവിഹിതത്തിൽ ജനിച്ച കുട്ടിനെ പറമ്പ് കെറിഞ്ഞതാ, പോയി വീണ റോട്ടിലാ. ഇതൊക്കെ ആരാ ഉണ്ടാക്കണേ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് ഇവിടെ ആവശ്യപ്പെടാം. കഞ്ചാവ് ഇപ്പോ മദ്യം കൊടുക്കണ പോലെ കഞ്ചാവ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളെ കുട്ടികള് കോവിഡിന് ശേഷം എന്തോ വലിയ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കണേ. ആ പ്രശ്നത്തിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ് ഇടപെട്ട ഒക്കെ പരിഹരിക്കാം. അല്ലെ നമ്മളെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടും. ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ്? കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പെൺകുട്ടികൾക്ക് കല്യാണം പേടിയാണ്. കല്യാണ പേടിയുള്ള മോളെയും കൊണ്ട് നിങ്ങൾ പോവുക. ആ സമ്മേളനത്തിൽ അതിന് കൃത്യമായ ഉത്തരം ഉണ്ടാകും. കാഞ്ഞങ്ങാടാണ്, ഇവിടുന്ന് വാഹനമുണ്ട്. വാഹനത്തിൽ കയറിയിരിക്കുക, ഇൻഷാ അല്ലാഹ് സമ്മേളനത്തിൽ പങ്കെടുക്കുക, ഇവിടുത്തെ സഹപ്രവർത്തകരെ ബന്ധപ്പെടുക. നിങ്ങൾ ആ സമ്മേളനത്തിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഞാൻ എന്താണെന്നുള്ള നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫാമിലി കോൺഫറൻസ് ഗ്ലോബൽ TV യൂട്യൂബിൽ സെർച്ച് കൊടുത്താൽ മതി. 11 സമ്മേളനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. 11 സമ്മേളനങ്ങളുടെ വീഡിയോ. ഏകദേശം എല്ലാതും ഒരേ ആളുകളാണ്, പക്ഷെ വേറെ വേറെ സ്പീച്ചുകളായിരിക്കും. ഒക്കെ ഏകദേശം വേറെ വേറെ സ്പീച്ചുകളായിരിക്കും. ഓരോ പ്രദേശത്തെയും കാഞ്ഞങ്ങാട് നടത്തുമ്പോൾ ആ കാഞ്ഞങ്ങാട് അവിടുത്തതായിരിക്കും അല്ലേ? വിവാഹ ദൂർത്ത്, സ്ത്രീധനം, എങ്ങനെ എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ദ ലൈറ്റ് എന്നുള്ള പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
എല്ലാ സന്ദേശങ്ങളും നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. അള്ളാഹു സുരക്ഷിതമായ അധിവാസം ഈ നാട്ടിൽ നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഫാസിസ്റ്റുകളുടെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ഫാസിസത്തെ പ്രതിരോധിച്ച് തോൽപ്പിച്ച് അവരുടെ അജണ്ടകളെ പൊളിച്ചടുക്കി ഈ രാജ്യത്ത് ഏറ്റവും മനോഹരമായ ജീവിതാന്തരീക്ഷം സ്ഥാപിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾക്ക്, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ ഖബറിടത്തെ അള്ളാഹു ഖൈറിന്റെ ഇടമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ കാഴ്ചകൾ അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാത്തരം പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മുക്തരാകുമാറാകട്ടെ. സത്യത്തിൽ ജീവിച്ച് സത്യവിശ്വാസികളായി ജീവിച്ച് സത്യത്തിന്റെ വഴിയിൽ മുന്നേറി വഫാത്താകാനുള്ള മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നാളെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സുഹദാക്കൾക്കും രക്തസാക്ഷികൾക്കും ഒപ്പം ഒന്നിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.